ജോയ്ക്കുട്ടി വന്നത് പിറ്റേന്ന് 10 മണിക്ക്. രാത്രി വെളുക്കുവോളം ആലീസ് ഉറങ്ങാതെ കാത്തിരുന്നു. അവന് വേണ്ടി. അവൻ വന്നില്ല. ഉത്കണ്ഠ കൊണ്ടവൾ വല്ലാതെ വീർത്തുപൊട്ടുമെന്നായപ്പോ അവൻ വന്നു. കുളിച്ചു, ഉടുതുണി മാറ്റിയെടുത്തു. ആരോടും മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. ഭയം കൊണ്ട് ആലീസ് ഒന്നും ചോദിച്ചുമില്ല. ഇറങ്ങിപ്പോവാൻ ഭാവിക്കുമ്പോഴാണ് അവറാച്ചൻ വിളിച്ചത്. എടാ ജോയിക്കുട്ടി. അവൻ പോരുകോഴിയെ പോലെ തിരിഞ്ഞു നോക്കി. ഓട്ടോറിക്ഷ വിറ്റ കാശ് എന്തിയാടാ? അവറാച്ചനും വിട്ടുകൊടുക്കാത്ത ഭാവത്തിൽ നിന്നു. എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട്? ജോയിക്കുട്ടിക്ക് പുച്ഛം. മുഴുവൻ ചാപ്പി കൊടുത്തോന്ന് അറിയാനാ? ഇല്ല, കുറച്ചുകൂടെ മിച്ചമുണ്ട്. എന്താ അത് തീർത്തു തരണോ? എടാ നശിപ്പിച്ച സന്തതി, നിനക്ക് കാറ് മേടിക്കാനെന്നും പറഞ്ഞിട്ട് വിറ്റ് തൊളിച്ചിട്ട്. ആഹാ, ജോയിക്കുട്ടി ഉറക്കെ ചിരിച്ചു. ഒരു ഓട്ടോ വിറ്റിട്ട് ഒരു കാറ്. കൊള്ളാല ഐഡിയ. പാലത്തെങ്കിൽ അവറാച്ചന് കാറ് കച്ചവടാണെങ്കിൽ കിട്ടും. ഫാ, അവറാച്ചൻ ആട്ടി. ജോയിക്കുട്ടിക്ക് കലി കയറി. അടുത്ത് കണ്ട സ്റ്റീലിന്റെ മൊന്തെടുത്ത് മുറ്റത്തേക്ക് ഒരു ഏറ്, കസേരക്കിട്ടൊരു ചവിട്ട്. അത് തെന്നിത്തെറിച്ച് ചെന്ന് ടീപ്പോയിമേൽ തട്ടി. ടീപ്പോയി പുറത്ത് മോളി വാങ്ങി വെച്ചിരുന്ന ഫ്ലവർ വേസ് താഴെ വീണു. കിടിങ് നിന്ന് തകർന്നു. കാശ് നിങ്ങൾ കൂട്ടി വെച്ചിരിക്കല്ലേ? പൂത്ത കാശ് നിങ്ങൾക്ക് കല്ലറ പണിയാൻ വച്ചോണ്ടിരുന്നോ? ജോയിക്കുട്ടിക്ക് ഇനി കാശ് വേണ്ട, കാറും വേണ്ട. ഓട്ടോ വിറ്റ പണം ഞാൻ തീർക്കും. ഒറ്റ ഒരുത്തന്നെ ചോദിക്കാൻ വന്നേക്കണ്ട. അത് എന്റെ ഓട്ടോയാ. അത് വിൽക്കാനും പണം തീർക്കാനും എനിക്കറിയാം. മേലാൽ എന്നോട് ചോദിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയാലോ. അവറാച്ചൻ ചോദിക്കുകയേ വേണ്ടിയിരുന്നില്ല എന്ന മട്ടിലായി. ജോയിക്കുട്ടി വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ മുമ്പിൽ ആലീസ്. അവളുടെ കയ്യിൽ അവളുടെ ശരീരത്തുണ്ടായിരുന്ന അവൻ കെട്ടിയ മിന്നൊഴിച്ച് ബാക്കിയെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ, ഇത് വിറ്റോളൂ ജോയിച്ചായ. കാറ് വാങ്ങാൻ ഇത് മതിയെങ്കില്, അവൾ നിറമിഴികളോടെ പറഞ്ഞു. ജോയിക്കുട്ടി അവളെ ഒന്ന് നോക്കി, പിന്നെ ആഭരണങ്ങളിൽ നോക്കി. വീണ്ടും ആഭരണങ്ങളിലായി കണ്ണ്. പിന്നെ ആഭരണങ്ങൾ അപ്പാടെ അവൻ വാങ്ങി. മിന്നുമാലയെങ്കിലും, അല്ലെങ്കിൽ കാതിൽ പൂവെങ്കിലും, അതുമല്ലെങ്കിൽ അവൻ പള്ളിയിൽ വെച്ച് അണിയിച്ച വിവാഹമോതിരെങ്കിലും തിരിച്ചു തരുമെന്നവൾ പ്രതീക്ഷിച്ചു. എങ്കിൽ തെറ്റി. അവൻ അത് പൊതിഞ്ഞ് മടിയിൽ വെച്ചു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. നീ എന്തിനാ പെണ്ണെ അത് ഊരിക്കൊടുത്തത്? ഇനി അത് നിനക്ക് കാണാൻ കിട്ടുമെന്ന് സ്വപ്നം പോലും കാണണ്ട, അവറാച്ചൻ പറഞ്ഞു. ആലീസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ജോയിച്ചായൻ കാറ് വാങ്ങട്ടപ്പാ, അവൾ പറഞ്ഞു. അവൻ കാറ് വാങ്ങി. അവറാച്ചൻ അമർഷം കൊണ്ടു. നശിപ്പിന്റെ 4-ാം കാല്. നിങ്ങൾ എന്നാത്തിനാ മനുഷ്യനെ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് പൊത്തിപ്പൊതിഞ്ഞ് സൂക്ഷിക്കുന്നേ? ചാകുമ്പോ കൂടെ കെട്ടിയെടുക്കാനോ? അല്ല, ഞാൻ അറിയാഞ്ഞ് ചോദിക്കുക. അക്കാമ്മ ചീറിപ്പാഞ്ഞു വന്നു. ആ കാർക്കോടകന് അവൻ ചോദിച്ചത് കൊടുക്കാൻ മേലെ? അവൻ കാറ് മേടിച്ച് അവന്റെ അമ്മയുടെ നെഞ്ചത്ത് ഓടിക്കട്ടെ. എനിക്കിവിടെ ചെവിതല കേട്ടിരിക്കാനാ? അല്ലെങ്കിൽ ആ മൂർഖ ഇനിയും വരും, ഇവിടെ ഉള്ളതൊക്കെ തല്ലി പൊട്ടിക്കും. നിങ്ങൾക്കൊന്നും അറിയാൻ മേലാത്ത പോലാണല്ലോ പുന്നാര മോന്റെ കൊണവിധിയാരം. അവറാച്ചൻ മിണ്ടിയില്ല. ഓട്ടോ വിറ്റ് കിട്ടിയ കാശ് അവൻ തീർക്കും. ഇപ്പം കൊണ്ടുപോയ സ്വർണവും മോടിപ്പിക്കും. ഇനി ഈ വീട്ടിൽ സ്വൈരവും കിട്ടുകയല്ല. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ കൊടു മനുഷ്യനെ. അക്കാമ്മ അവറാച്ചനെ ശല്യം ചെയ്തു. പലപ്പോഴും എന്നതുപോലെ ഇത്തവണയും അവറാച്ചൻ ഒടുവിൽ ഇളകി. ബാങ്കിലുണ്ടായിരുന്ന പണം ജോയിക്കുട്ടിക്ക് കൊടുത്തു. അവന് രാജ്യം പിടിച്ചടക്കിയ സന്തോഷം, ആലീസിന് ആശ്വാസം. പക്ഷെ വിവരം പറഞ്ഞ ജോർജ് കലിതുള്ളി എത്തി. അപ്പനാവാൻ മാത്രമാണോ മകൻ? അപ്പൊ ഞാനാരാ? ഞാൻ 2-ാം കുടിയിലാണോ? ആണോന്ന്? അവൻ തന്നെ കാശ് മേടിച്ച് അങ്ങനെ ഞെളിയണ്ട. എനിക്കും കാശിന് ആവശ്യമുണ്ട്, എനിക്കും കാശ് വേണം. ജോർജ് തുള്ളി ഉറഞ്ഞു. രാവിലെയാണ് സംഭവം. മോളിയാണ് ജോർജിനോടെല്ലാം ഊതിക്കൊടുത്തത്. ജോയിക്കുട്ടി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പനുമായി വാക്കേറ്റമുണ്ടായത്, അമ്മച്ചി അപ്പനോട് ഇടഞ്ഞത്, ആലീസ് ആഭരണങ്ങൾ നൽകിയത് എല്ലാം പറഞ്ഞു. ഒടുവിൽ സഹി കേട്ടപ്പോ 12,000 രൂപ അപ്പം ബാങ്കിൽ നിന്നെടുത്ത് ജോയിക്കുട്ടിക്ക് കൊടുത്തത് വരെ അവൾ പറഞ്ഞു. മക്കൾ ഒരുപോലെയല്ലേ? മോളി വാശി വെച്ചു കൊടുത്തു. 12,000 അയാൾക്ക് അപ്പം കൊടുത്തേലേ നമുക്ക് അത്രയും തരാൻ പറയണം. അവകാശം ഇരുവർക്കും തുല്യമല്ലേ? നീറ് കടിച്ച മട്ടായി ജോർജിന്. അവൻ അടങ്ങിയിരിക്കുമോ? അവറാച്ചൻ പക്ഷെ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. നിനക്കിപ്പോ എന്തിനാ കാശ്? സാധാരണ മട്ടിലാണ് ചോദ്യം. എനിക്കെന്നാ കാശ് കിട്ടിയ പൊളിക്കുവോ? ജോർജിന് ദേഷ്യം വന്നു. എല്ലാ മക്കൾക്കും ഒരുപോലെ അവകാശം, ജോർജിന് പിന്നിൽ നിന്ന് മോളി പറഞ്ഞു. അപ്പൻ തിരിച്ചു വ്യത്യാസം കാട്ടി. അവറാച്ചൻ അവളെ തുറച്ചു നോക്കി. പിന്നെ പറഞ്ഞു, നിനക്കെന്നാ കാര്യം ഇവിടെ? നീ അകത്ത് പോയിരി. അവളെ എന്റെ കെട്ടിയോളാ. അവള് പറഞ്ഞത് എന്നാ തെറ്റാണോ? ജോർജ് ചോദിച്ചു. അപ്പൻ തിരിച്ചു വ്യത്യാസം കാട്ടിയെന്നല്ലേ അവള് പറഞ്ഞുള്ളൂ. അവന് കാറ് മേടിക്കാൻ കാശ് തരുന്നില്ല. എന്റെ ഉണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അതിന് നീ എന്തിനാ ഈ പുകിലുണ്ടാക്കുന്നേ?
അവറാച്ചൻ ചോദിച്ചു. അവൻ കാറോ ഒരു പ്ലെയിനോ മേടിച്ചോട്ടെ, ആർക്ക് പാട്. അപ്പം കാശ് കൊടുത്ത കാര്യ ഞാൻ പറഞ്ഞത്. നിനക്ക് ആവശ്യം വരുമ്പോ നിനക്കും തരും. അക്കാര്യ പറഞ്ഞത്. എനിക്ക് ആവശ്യമുണ്ട്. അവന് കൊടുത്ത 12,000 രൂപ എനിക്കും കിട്ടണം. എന്റെ ഇനി അത്രയും കാശ് ഉണ്ടാകത്തില്ല, അവറാച്ചൻ പറഞ്ഞു. ഉണ്ടാകത്തില്ലേ? ആ, ഉണ്ടാകത്തില്ല. അതെന്നാ ഉണ്ടാകത്തില്ലാത്തത്? അതൊന്നും അറിയണമല്ലോ. എന്ന് വെച്ചാ രണ്ടാമക്കളുടെയും സമ്പാദ്യം മുഴുവൻ അപ്പന്റെലല്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? അപ്പനല്ലേ ഈ പറമ്പിലെ ആദായം മുഴുവൻ എടുക്കുന്നത്. എന്തിയെന്ന് ആരേലും ചോദിച്ചോ? ഫ, കഴിവേറി. എന്റെ പറമ്പിലെ ആദായം പിന്നെ നിന്റെ അപ്പനാണോടാ എടുക്കാൻ അവകാശം? അവറാച്ചൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അപ്പനോട് തന്നെ ഞാൻ ചോദിക്കുന്നേ. ജോർജ് വിട്ടില്ല. പറഞ്ഞല്ലോ എന്റെ ഉണ്ടാകത്തില്ല. ഈ കുടുംബത്തിലെ ചെലവ് എന്റെ 2 മക്കളും അറിയുന്നില്ല. രണ്ടവന്മാരുടെയും പെമ്പിള്ളമാരും അറിയില്ല. എല്ലാവരും മൂക്കുമുട്ട തിന്നുന്നുണ്ടല്ലോ. എവിടുന്നാന്ന് അന്വേഷിക്കുന്നുണ്ടോടാ തെമ്മാടികളെ? പിന്നെ അപ്പന്റെ പൂത്ത കാശിരിക്കല്ലേ? ഞാനിവിടെ പറമ്പിലൊക്കെ മരം നടുവല്ലേ, പണം കായ്ക്കണ മരം. അപ്പാ, ഞാൻ കാര്യമായിട്ട് പറയാണ്. എനിക്ക് രൂപ കിട്ടണം, കടയിൽ ചെലവാക്കാനാ. അത്യാവശ്യമായിട്ടും വേണം. ജോയിക്കുട്ടി കുളിക്കുകയായിരുന്നു. അതുകൊണ്ട് വരാന്തയിൽ നടന്ന ബഹളങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവൻ കുളിമുറിയിൽ നിന്നും ഇറങ്ങും മുമ്പ് വരാന്തയിലെ സംഭാഷണം അവസാനിക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു ആലിസ്. അവനും കൂടി ഇടപെട്ടാൽ വഷളാകും. പക്ഷേ അവളുടെ പ്രാർത്ഥനകളൊന്നും ഫലിക്കാതെ പോയി. ദൈവം മെല്ലെ മെല്ലെ അവളെ കൈവിടുകയായിരുന്നു. ജോയിക്കുട്ടി കുളി കഴിഞ്ഞ് മുറിയിൽ വന്ന് മുണ്ടു മാറുമ്പോഴേക്കും കേട്ടു ജോർജിന്റെ ശബ്ദം. പിന്നാലെ അപ്പന്റെ ശബ്ദം. ശ്രദ്ധിച്ച് മെല്ലെ അങ്ങോട്ട് ചെന്നു. ആലിസ് നെഞ്ചിൽ കൈവച്ച് നിന്നുപോയി. ജോയിക്കുട്ടിയെ കണ്ടതോടെ മോളി പിൻവലിഞ്ഞു. മക്കളുടെ പിടിവാശി അറിയാവുന്ന അപ്പൻ മെല്ലെ പറഞ്ഞു. ജോർജെ, നീ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്റെ അത്രയും കാശില്ല. തപ്പിപ്പെറുക്കിയാല് ഇനി 4,000 രൂപ കാണും. നീയൊക്കെ ചൊവ്വായിരുന്നേലേ 4-5 ലക്ഷം കണ്ടേനെ. എന്റെ രണ്ടിന്റെയും തല പൊങ്ങിയപ്പോ തൊട്ട് രണ്ടും കുടിച്ചും മുള്ളിയും കണ്ടോർക്കും കൊടുത്തും കളഞ്ഞു. ബാക്കി നിനക്ക് രണ്ടിനും വേണ്ടി പോലീസിനും മറ്റുള്ളവർക്കായി വീതിച്ചു. ഇനിയിപ്പൊ എനിക്ക് വയ്യാണ്ടായി. പഴയ പോലെ എന്റെ കാശില്ല. ഇപ്പൊ ഇത്രേ ഉള്ളൂ. അത് വേണേ തരാം. എനിക്ക് 12,000 തന്നെ കിട്ടണം. ജോർജിന് മാറ്റമില്ല. കിട്ടുന്നതും മേടിച്ചോണ്ട് പോടാ, ജോയിക്കുട്ടി പുച്ഛത്തോടെ പറഞ്ഞു. ജോർജ് കലി കൊണ്ടു. അവനെ ലോക്കപ്പിൽ കയറ്റിയിട്ടും ജോർജിന് കലി തീർന്നിട്ടില്ല. ഞാനും അപ്പനും പറയുന്നതിന്റെ ഇടയ്ക്ക് കയറാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? ജോർജ് വിട്ടില്ല. എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുരുമുളക് വിൽക്കുന്നു, കാപ്പിക്കുരു വിൽക്കുന്നു, തേങ്ങ വിൽക്കുന്നു, കൊക്ക വിൽക്കുന്നു. എന്നിട്ടെവിടെ? ഒന്നും ഞാൻ അറിയണ്ട അല്ലേ? ഒക്കെ ഞാൻ കൂട്ടി വെച്ചിരിക്കുവാടാ എന്നെ കുഴിയിലോട്ട് വെക്കാനുള്ള ചെലവിന്, അവറാച്ചൻ പറഞ്ഞു. ഓ, അതിനിപ്പോ ഇതിനു മാത്രം കാശ് എന്തിനാ? ജോർജ് ചെറിയ അപ്പൻ എന്നും ഇവനോടാ സ്ഥായി. എനിക്കറിയാം. പക്ഷെങ്കില് രൂപ എനിക്ക് കഴിക്കത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ പണം കിട്ടണം. ഇവന് കൊടുത്തത്ര പണം 12,000 തന്നെ. നിനക്ക് അപ്പം കടയിട്ട് തന്നില്ലേ? എത്ര ആയിരമായി എന്ന് ഞാൻ ചോദിച്ചു വന്ന്. ഓ, അതിന് പകരം നിനക്ക് ഓട്ടോ മേടിച്ചു തന്നില്ലേ? ഓട്ടോ മേടിച്ചു. അതിയും പകുതി CC ആയിരുന്നു. ബാക്കി ഞാനാ അടച്ചു തീർത്തത്. എനിക്കിപ്പോ ഈ ചീഞ്ഞ കണക്ക് കേക്കണ്ട. എന്നാ നിന്റെ പെമ്പിളെ വിളി, അവളോട് പറയാം. അവക്കാ പെടപ്പ് കൂടുതല്. ജോർജ് ഒരു ചാട്ടത്തിന് ജോയിക്കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടാ, ജോയിക്കുട്ടി തിരിച്ചും പിടിച്ചു. വിടടാ, എടാ വിടടാ, തന്തയ്ക്ക് പറക്കാത്തവന്മാരെ വിടടാ, അവറാച്ചൻ ഇടയിൽ കയറി. ജോയിക്കുട്ടിക്ക് തന്നെ ജോർജ് ലോക്കപ്പിൽ കയറ്റിയുള്ള ചുരുക്ക്. ജോർജിന് ജോയിക്കുട്ടി മോളിയെ തല്ലിയതിലുള്ള ചുരുക്ക്. ആ ചുരുക്കുകൾ ഇരുവരുടെയും കൈകൾക്ക് കരുത്തുകൂട്ടി. ആലിസ് അമ്പരന്നുപോയി. മോളി അവർക്കിടയിലേക്ക് വീണു. അക്കാമയും എത്തി. കൂട്ടക്കരച്ചിലായി. ജോയിക്കുട്ടിയും ജോർജും പരസ്പരം പിടിമുറുക്കി വരാന്തയിലൂടെ ഉരുണ്ടുമറിഞ്ഞു. കൊല്ലും ഞാൻ, കൊല്ലും, നിന്നെ കൊല്ലുമടാ. പിടുത്തത്തിനിടയിൽ പിടിവിട്ട് ജോയിക്കുട്ടി വരാന്തയിൽ നിന്ന് താഴേക്ക് വീണു. ജോർജിനെ മോളിയും അക്കാമയും കൂടി ബലമായി പിടിച്ചു വലിച്ച് മുറിക്കുള്ളിലാക്കി. ജോയിക്കുട്ടിയെ അവറാച്ചനും ആലീസും പിടിച്ചു. ജോർജ് പിടിവിട്ടു പോയതിലും പ്രതീക്ഷിച്ചതുപോലെ അവനെ ഉപദ്രവിക്കാൻ കഴിയാത്തതിലും ജോയിക്കുട്ടി അമർഷം കൊണ്ടു. അടിവയറ്റിൽ ഒരു തൊഴിയെങ്കിലും കൊടുക്കാൻ കഴിയാത്തതിൽ അവൻ കലി തുള്ളി. അപ്പനെയും ഭാര്യയെയും കുടഞ്ഞു തെറിപ്പിച്ചു. പിന്നെ കാറ് തുപ്പി മുണ്ടു മടക്കി കുത്തി അവൻ പുറത്തേക്ക് നടന്നു. പുറകിൽ നിന്നൊന്ന് വിളിക്കാൻ, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാൻ, വല്ലത് കഴിച്ചിട്ട് പോകൂ എന്ന് പറയാൻ ആലീസ് ആശിച്ചു. പക്ഷെ നാവ് അനങ്ങിയില്ല. ശബ്ദം പുറത്തേക്ക് വന്നുമില്ല. അത്രയേറെ ഭയവും സങ്കടവും ഉണ്ടായി അവക്ക്. അയൽക്കാർ അപ്പോഴും ബഹളവും കൂട്ടക്കരച്ചിലും കേട്ട് എത്തി നോക്കി. അവരവരുടെ വീട്ടുമുറ്റത്തും പടിക്കലുമായി നിന്നതേയുള്ളൂവെന്ന് ആലിസ് അറിഞ്ഞു. ഈ വീട്ടിൽ ഒരു കൊല നടന്നാലും ആരും ഇങ്ങോട്ട് കയറി വരില്ല എന്നവൾ
ഭീതിയോടെ അറിഞ്ഞു. ഏതാണ്ട് 6 മാസമായിരിക്കുന്നു ഈ വീട്ടിലെത്തിയിട്ട്. പൊട്ടലും ചീറ്റലും എന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാലും 1.5 ആഴ്ച കൊണ്ടാണ് പ്രശ്നം ഇത്രയ്ക്ക് രൂക്ഷമായത്. ആ കല്യാണത്തിനുള്ള പോക്ക്, മോളിയുടെ പെട്ടെന്നുള്ള തിരിച്ചുവരവ്, അന്നുണ്ടായ ആഭരണ പ്രശ്നം. തുടക്കം അവിടെ നിന്നല്ലായിരുന്നെങ്കിലും പൊട്ടിത്തെറി നടന്നത് അവിടെ മുതലാണ്. 1.5 ആഴ്ചയായി ആലിസ് ഉറങ്ങിയിട്ടും ശരിക്ക് ആഹാരം കഴിച്ചിട്ടും വല്ലാത്തൊരു ഭീതി അവളെ വലയം ചെയ്തിരിക്കുന്നു. പുറത്തല്ല ശത്രുക്കൾ, വീട്ടിനുള്ളിലാണ്. ഒരേ രക്തത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളാണ് ശത്രുക്കൾ. ഈ അങ്കക്കലി എത്ര ദിവസം കൊണ്ട് തീരും? അതാണ് അവൾക്ക് ഭയം. രണ്ടിനും തന്നെ അടക്കം വരണം. അതുവരെ ചീറ്റിക്കൊണ്ട് കൊത്തും മൂർഖന്മാര്. മക്കളുടെ സ്വഭാവം നേരത്തെ അറിയാവുന്ന അക്കാമ്മ പറഞ്ഞു. ആലീസ് സ്വയം ചോദിച്ചു, എന്താണ് അടക്കം വരിക? രണ്ടുപേർക്കും ആ ദിവസം ഒന്ന് വേഗം വന്നെങ്കിൽ. ഇതാ വാക്കേറ്റം കയ്യേറ്റത്തിലെത്തിയിരിക്കുന്നു. ഇനി എന്റെ കർത്താവേ, ഇവരുടെ മനസ്സിൽ നിന്ന് ശത്രുത അകറ്റി സമാധാനമുള്ളവരാക്കി മാറ്റണമേ. ആലീസ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പുറമെ പഞ്ചപാവും. അയാളെ പിരിയേറ്റി വിടുന്നത് മുഴുവൻ അവളാ, നിങ്ങളുടെ സുന്ദരിക്കോത ചേട്ടത്തി. മോളി ജോർജിനോട് പറഞ്ഞു കൊടുത്തു. മുറി അടിച്ചു വരുന്നതിനിടയിൽ ആലിസ് കേട്ടു മോളിയുടെ സംസാരം. രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കണം, എന്നാലേ സമാധാനം കിട്ടൂ. മോളി പറഞ്ഞു. ജോർജേട്ടനല്ലേ ഇളയാള്? വീട് ജോർജേട്ടനുള്ളതല്ലേ? അയാളോട് സുന്ദരിക്കോതയും വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ പറയണം. വീതം സ്ഥലമല്ലേ കിടക്കുന്നത്. മിടുക്കനാണെങ്കിൽ വീട് വെച്ച് താമസിച്ചോളും. നീ പറഞ്ഞതാ ശരി. അവനും ഞാനും കൂടെ ഇവിടെ താമസിച്ചാല് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, രണ്ടിലൊരാളെ ഉണ്ടാകൂ. ഇതെന്റെ വീടാ, എനിക്കിവിടെ താമസിക്കണം. ആലീസിന് തല കറങ്ങി. ഇവിടെ നിന്നിറങ്ങാൻ എങ്ങോട്ട്? എങ്ങോട്ട്? കയ്യിൽ നിന്ന് ചൂല് വഴുതി വീണുപോയി. ശബ്ദം കേട്ട് മോളി ഇറങ്ങി വന്നു. അവക്ക് വല്ലാതെ അരിശം വന്നു. ചി, നാണം കെട്ട പരിശ. ഞാനും കെട്ടിയോനെ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുന്നു. നിങ്ങളുടെ പതിവ് ഇതാ അല്ലയോ? ചെറ്റ കൂട്ടം ചെറ്റത്തരമേ കാണിക്കൂ. ആലീസ് ചെവി പൊത്തിപ്പോയി. ജോർജ് ഇറങ്ങി വന്ന് തുറച്ചു നോക്കി. ആൾക്കൂട്ടത്തിൽ വെച്ച് നഗ്നയാക്കപ്പെട്ടതുപോലെ ആലീസ് ചൂളി ചുരുങ്ങി. നമ്മുടെ ചേട്ടായിക്ക് ചേരുന്ന ഭാര്യ. ജോർജ് ഉച്ചത്തിൽ ചെറുകൊട്ടി പരിഹസിച്ചു. മോളിയും കൂടെ ചിരിച്ചു. പിറ്റേത് പകൽ. കുളിക്കാൻ കയറിയതാണ് മോളി. കുളിമുറിയിൽ കാൽ വഴുതി വീണു. നിലവിളി കേട്ട് അക്കാമയും ആലീസും ഓടിച്ചെന്നു. ആണുങ്ങൾ ആരും വീട്ടിലില്ല. ഇരുവരും ചേർന്ന് അവളെ പിടിച്ചെണീപ്പിച്ചു. ഗർഭിണിയാണ് അവൾ. എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നറിയില്ല. വലതുകാൽ അനക്കാൻ വയ്യ. പത്തി ഉളുക്കിയോ എന്നൊരു സംശയം. മോളി വലിയ വായിലെ നിലവിളിക്കുകയാണ്, കൊച്ചു കുഞ്ഞിനെ പോലെ. എന്താണ് ചെയ്യുക? അമ്മച്ചി, ഞാൻ കവലയിൽ ചെന്നൊരു കാർ വിളിക്കാം. ജോർജിനോട് വിവരം പറയാം. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആലീസ് അകത്തേക്ക് കയറി ധൃതിയിൽ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി. അവൾ ഗേറ്റിലെത്തുമ്പോ അതാ ഒരു ടൂറിസ്റ്റ് ടാക്സി ഉള്ളിലേക്ക് വരുന്നു. അതിൽ വിടർന്ന സൂര്യകാന്തി പോലെ മുഖവുമായി ജോയിക്കുട്ടി. അവക്ക് മുമ്പിൽ കാർ നിർത്തി ജോയിക്കുട്ടി ഇറങ്ങി. എങ്ങനെയുണ്ട് എന്റെ കാറ്? കാറ് നമ്മുടെ? ജോയിച്ചായ വാങ്ങിയത് കൊള്ളാം. ആലീസ് ഉള്ളഴിഞ്ഞ് സന്തോഷിച്ചു. കാറായിരുന്നല്ലോ അവന്റെ പ്രശ്നം, അത് സാധിച്ചു. ഇനി സമാധാനിക്കാം. പ്രശ്നം തീർന്നല്ലോ. പെട്ടെന്ന് അവൾ താൻ ഇറങ്ങി ഓടിയതിന് എന്തിനാന്നോർത്തു. ജോയിച്ചായ, ഈ കാറുമായി ഈ സമയത്ത് തന്നെ വന്നത് നന്നായി. മോളി കുളിമുറി വീണു. ഒരു കാറ് വിളിക്കാനായി ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു, അവൾ പറഞ്ഞു. അവള് വീണതിന് കാറ് വിളിക്കാൻ നീയോ? കേരടിയകത്ത്. ജോയിക്കുട്ടിയുടെ ഭാവം മാറി. ജോയിച്ചായ, നമുക്ക് കാറില് മോളിയെ ആശുപത്രി കൊണ്ടുപോകാം. മിണ്ടിപ്പോവരുത്. കേരടി, കേറിപ്പോകാൻ. ഈ കാറിൽ അവളോ? ആ ചപ്പട്ട? അവളെ എന്റെ കാറിൽ ആശുപത്രിയിലേക്കോ? അതിന് ജോയിക്കുട്ടി വേറെ തന്തയ്ക്ക് പറക്കണം. വേണമെങ്കിൽ അവളെ സെമിത്തേരിയിലോട്ട് കെട്ടിയെടുക്കാം. ആലീസ് സ്തംഭിച്ചു നിന്നു. അവളുടെ എല്ലാ ആഹ്ലാദവും സമാധാനവും ഉദിച്ച നിമിഷത്തിൽ തന്നെ അസ്തമിച്ചു. ജോയിക്കുട്ടി ഡോർ തുറന്ന് അകത്ത് കയറാൻ ഭാവിക്കുകയായിരുന്നു. ജോയിച്ചായ, യാചന പോലെ അവൾ അടുത്ത് ചെന്നു. നിന്നോടല്ലടി കേറിപ്പോകാൻ പറഞ്ഞത്. ജോയിക്കുട്ടി തിരിഞ്ഞു നിന്നതും അവളുടെ പിടലിക്ക് പിടിച്ച് മുന്നോട്ട് തള്ളി. ആലീസ് മുറ്റത്ത് വീണു. കാർ പിന്നോട്ടെടുത്ത് ജോയിക്കുട്ടി സ്ഥലം വിട്ടു. അയൽവക്കത്തുള്ള ഒരു പയ്യനെ അക്കാമ തന്നെ പറഞ്ഞു വിട്ടു കടയിലേക്ക്. അറിഞ്ഞപാടെ ജോർജ് ഒരു ടാക്സിയുമായി പാഞ്ഞെത്തി. മോളിയെ ഹോസ്പിറ്റലാക്കി. ഡോക്ടർ പരിശോധിച്ചു. വലതുകാലിന്റെ പത്തിക്ക് ഉളുക്കുണ്ട്. എക്സ്റേ എടുത്തു നോക്കി. മറ്റു കുഴപ്പമൊന്നുമില്ല. കാൽപ്പത്തിക്ക് പ്ലാസ്റ്റർ ചുറ്റി ഇഞ്ചക്ഷനും നൽകി. വലതുകാൽ കുറച്ച് ദിവസത്തേക്ക് അനക്കരുത്, അത്രയുമേ നിർദ്ദേശിച്ചുള്ളൂ. ജോർജിനും ആശ്വാസം. ഗർഭത്തിന്റെ ആരംഭകാലമല്ലേ, അതും കാൽ വഴുതിയിട്ടുള്ള വീഴ്ച. വലുതും സംഭവിച്ചോ എന്നവൻ ഭയപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഭയന്നതുപോലെ ഒന്നുമില്ല. തിരികെ ടാക്സിയിൽ പോരുന്നതിനിടയിലാണ് മോളി ആ കാര്യം പറഞ്ഞത്. ജോയിക്കുട്ടി കാറ് വാങ്ങി വന്നതും തന്നെ കയറ്റാതെ പോയതും ആശുപത്രിയിലേക്കല്ല സെമിത്തേരിയിലേക്കാണെങ്കിൽ
കയറ്റാമെന്ന് പറഞ്ഞതും ഒക്കെ മോളി വിശദീകരിച്ചു പറഞ്ഞു. ഇത്തിരി എരിവും പുളിയും ഒക്കെ ചേർത്ത് തന്നെ. ദുഷ്ടൻ, അയാളുടെ കാറ് എന്റെ ശവം കയറ്റാനേ വിട്ടുതരുമെന്ന്. ആ കാറ് ഞാൻ തല്ലിപ്പൊളിക്കും, നോക്കിക്കോ. ജോർജ് ശപഥം ചെയ്യുക മാത്രമല്ല നിറവേറ്റുകയും ചെയ്തു. അവസരം ഒത്തു കിട്ടിയപ്പോ ഒരാഴ്ച കഴിഞ്ഞു. കാരണവും ഉണ്ടായി. ഞായറാഴ്ച ഗർഭിണിയായ മോളിക്ക് തിന്നാൻ മധുരപലഹാരങ്ങളുമായി മോളിയുടെ വീട്ടുകാർ എത്തി. വന്നപ്പോഴാണ് അവർ അറിയുന്നത് ആലീസിന് വിശേഷമുണ്ടെന്ന്. എന്നാല് ഇത് കുറച്ച് നീയും തിന്നോ പെണ്ണെ. മോളിയുടെ അമ്മ കുറെ പലഹാരങ്ങൾ ആലീസിന്റെ നേർക്ക് നീക്കി വെച്ചു. ആരാണ്ട് പറഞ്ഞതുപോലെ അവിടുന്ന് ആരാ ഇതൊക്കെ കൊണ്ടുവരാനിരിക്കുന്നേ? ആ തള്ള മണ്ണ് ചുമന്ന എണ്ണാത്തിനൊക്കെ തികയും. നിനക്ക് കൊതി തോന്നിയ ഇതിന്ന് ഇനി എടുത്തു തിന്നോ പെണ്ണെ. ആലീസിന് തൊലി കിഴിഞ്ഞ അനുഭവം. അവളെ നോട്ടം ദയനീയമായി. മോളിക്ക് അമ്മ പറഞ്ഞത് വല്ലാതെ സുഖിച്ചു. അവൾ ചിരിക്കുകയും ചെയ്തു. ചവിട്ടി താഴ്ത്തപ്പെടുന്ന അപമാനഭാരത്തോടെ ആലീസ് അവർക്ക് കാപ്പി ഒരുക്കി കൊടുത്തു, ഊണും കൊടുത്തു. അവർ പോകാനിറങ്ങുമ്പോഴാണ് ജോയിക്കുട്ടി വന്നത്. കാറിൽ തന്നെ. അവന് ഞായറാഴ്ചയെന്നോ മറ്റു ദിവസങ്ങളെന്നോ വ്യത്യാസമില്ല. പണിയുണ്ടെങ്കിൽ പോകും. കിട്ടുന്ന പണം ചോർന്നു പോകുമെന്നേ ഉള്ളൂ. പക്ഷെ പണം ഉണ്ടാക്കാൻ മിടുക്കനാണ്, അധ്വാനിയാണ്. ജോയിക്കുട്ടിയെ കണ്ടപ്പോ മോളിയുടെ അമ്മച്ചി ലോഹ്യം ചോദിച്ചു. ആഹാ, ജോയിക്കുട്ടി ഓട്ടോ മാറ്റി പകരം കാറ് വാങ്ങിയോ? ആ, വാങ്ങി. അവൻ തോർത്തെടുത്ത് ചുമ്മാ വീശി. പഴയതല്ലയോ? എന്നാ വിലക്ക് കിട്ടി? ഓ, വിലയൊന്നും കൊടുത്തില്ല. കാശിന് പാങ്ങില്ലായിരുന്നു, ചക്കാത്തിന് കിട്ടി. മോളിയുടെ അമ്മച്ചിയും അച്ചായനും ജോയിക്കുട്ടിയെ തുറച്ചു നോക്കി. പിന്നെ ജോർജിനെ, പിന്നെ ഓരോരുത്തരെയും. അതെന്നാ ജോയിക്കുട്ടി ഒരു വെപ്പ് പോലെ? കൊള്ളിവാക്ക്. മോളിയുടെ അമ്മച്ചി വിട്ടില്ല. ഓ, കാശില്ലാത്ത കാര്യം പറയുമായിരുന്നു. എന്റെ പെമ്പിള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുടഞ്ഞിടാനില്ലല്ലോ. അവര് പാവപ്പെട്ടവരല്ലയോ? അക്കാര്യം പറഞ്ഞതാ. ആ വെച്ചിരുത്ത് എല്ലാവർക്കും മനസ്സിലായി. രംഗം മയപ്പെടുത്താൻ മോളിയുടെ അച്ചായൻ പറഞ്ഞു. എന്തായാലും കാറുണ്ടല്ലോ. ജോയിക്കുട്ടി വല്ലതും കഴിച്ചിട്ട് വാ. ഞങ്ങളുമുണ്ട് ടൗൺ വരെ. ഓ, ഞാനൊരു റോൾസ് റോയ്സ് കാറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമ്പോ കേറ്റാം. തൽക്കാലം നടന്നു പോയട്ടെ. ഹോ, കാറ് കണ്ടപ്പോ കേറാനൊരു പൂതി. ജോയിക്കുട്ടി ചെറികോട്ടി. തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് ശക്തമായി കുടഞ്ഞു. പിന്നെ അകത്തേക്ക് കയറിപ്പോയി. മോളിയുടെ അമ്മച്ചിയും അച്ചായനും ചമ്മിപ്പോയി. മോളിക്ക് ഇതിൽ പരം ഒരു അപമാനമില്ല. ജോർജിനും അങ്ങനെ തന്നെ തോന്നി. അവറാച്ചനും അക്കാമയ്ക്ക് മാത്രമല്ല ആലീസിനും തോന്നി തികഞ്ഞ കൊള്ളരുതാകിയാണ് ജോയിക്കുട്ടി കാട്ടിയതെന്ന്. ജോർജിന് വല്ലാതെ കലി കൊണ്ടു. അപമാനപ്പെട്ടത് തന്റെ ഭാര്യയുടെ അമ്മച്ചിയും അച്ചായനുമാണ്. അവന്റെ അമ്മയുടെ ഒരു കാറ് സെമിത്തേരിലോട്ട് ഓടിക്കായിട്ടിരിക്കുന്നു. ആദ്യം അവനെ തന്നെ സെമിത്തേരിലോട്ട് കെട്ടിയെടുക്കണം. അതാ വേണ്ടത്. പറഞ്ഞതും മോളിയുടെ അമ്മച്ചിയും അച്ചായനും സ്ഥലത്തുണ്ട് എന്നതുപോലും മറന്നവൻ വരാന്തയിൽ കിടന്നിരുന്ന സ്റ്റൂളുമായി മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ആ സ്റ്റൂൾ കൊണ്ടവൻ കാറിന്റെ മുൻവശത്തെ ചില്ലിന്മേൽ ആഞ്ഞടിച്ചു. ചില്ല് പൊട്ടി തകർന്നു വീണു. എല്ലാവരും സ്തബ്ധരായിപ്പോയി, മോളി പോലും. ആലീസ് നെഞ്ചിൽ കൈവച്ചു, ശ്വാസം അടക്കി പിടിക്കാനെന്നോണം. ശബ്ദം കേട്ടതും അകത്തുനിന്ന് പാഞ്ഞു വന്ന ജോയിക്കുട്ടി കണ്ടത് ജോർജ് കാറിന്റെ പിന്നിലെ ചില്ല് തല്ലി തകർക്കുന്നതാണ്. ജോർജ്, അരുതെന്ന്! എന്ത് പ്രാന്ത നീ കാട്ടുന്നത്? മോളിയുടെ അച്ചായൻ അവന്റെ അടുത്തേക്ക് കുതിച്ചു. ഈ കാറ് ഞാൻ വെട്ടിപ്പൊളിക്കും, തീ വെക്കും. എന്റെ ഭാര്യയെയോ എന്റെ വീട്ടുകാരെയോ കയറ്റാൻ കൊള്ളൂലാത്ത കാറ് ഈ മുറ്റത്ത് വേണ്ട. ജോർജ് തല്ലിപ്പൊട്ടിക്കുന്നതിനിടയിൽ അലറി പറഞ്ഞു. എടാ! ഒരു പക്ഷി കണക്കെ പറക്കുകയായിരുന്നു ജോയിക്കുട്ടി. സൈഡ് ചില്ലിന്മേൽ ലക്ഷ്യം വെച്ച് ഓങ്ങി നിൽക്കുന്ന സ്റ്റൂളിന്മേൽ അവൻ പിടുത്തമിട്ടു. ജോർജ് കുതറി, ഉറഞ്ഞു തുള്ളി, മുക്രയിട്ടു. തുല്യ ശക്തികൾ. ഇടയ്ക്ക് കയറാൻ ചെന്നവരൊക്കെ തട്ടിയെറിയപ്പെട്ടു. ഒടുവിൽ ജോയിക്കുട്ടി അവനെ കീഴ്പ്പെടുത്തി. സ്റ്റൂൾ പിടിച്ചു വാങ്ങി. പക്ഷെ ജോർജ് വട്ടം തിരിഞ്ഞ് പിന്മാറുന്നതിന് മുമ്പ് തന്നെ ജോയിക്കുട്ടി ആ സ്റ്റൂൾ എടുത്ത് ഓങ്ങി അടിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ ആക്രോശിച്ചു. നിന്നെ തന്നെ ആദ്യം സെമിത്തേരിലോട്ട് കെട്ടിയെടുക്കാമടാ. എല്ലാവരും കണ്ടു. ജോർജ് നിന്ന് കറങ്ങുന്നു. തലയിൽ നിന്നും രക്തം കട്ടി പിടിച്ചൊഴുകുന്നു. അയ്യോ ജോർജേട്ടാ! അയ്യോ, തല്ലിക്കൊല്ലുന്നേ! ഓടി വായോ, ഓടി വരണേ! മോളി മുറ്റത്തേക്ക് പാഞ്ഞു ചെന്നു. പുറകെ മറ്റുള്ളവരും. അവിടെ കൂട്ട നിലവിളി പൊങ്ങി. എത്തി നോക്കി അവിടെവിടെയായി നിന്നിരുന്ന അയൽക്കാരും പതിയെ പതിയെ എത്തി. ബഹളത്തിനിടയിൽ ജോയിക്കുട്ടി പാഞ്ഞ് വണ്ടിക്കുള്ളിലേക്ക് കയറി. അവൻ വണ്ടി പിന്നോട്ടെടുത്ത് ഗേറ്റ് കടന്നു. പിന്നെ വണ്ടി തിരിച്ച് പാഞ്ഞുപോയി. ഓടിക്കൂടിയവരിൽ ഒരാൾ പോയി ഒരു വണ്ടി കൊണ്ടുവന്നു. ജോർജ് ബോധം കെട്ടിട്ടില്ല. ഒഴുകുന്ന ചോരയിൽ അവന്റെ മുഖവും ശരീരവും മുങ്ങി. ഒരു തോർത്ത് വെച്ച് വട്ടത്തിൽ അവന്റെ തലയിൽ കെട്ടി വണ്ടിക്കുള്ളിലാക്കി. ജോർജ് അപ്പോഴും നാലുപാട് നോക്കിയത് ജോയിക്കുട്ടിയാണ്. പക്ഷെ അവൻ തടി തപ്പിക്കഴിഞ്ഞിരുന്നു. മോളിയും അവളുടെ അമ്മച്ചിയും അച്ചായനും ജോർജിനോടൊപ്പം പോയി.
സ്തംഭിച്ചു നിൽക്കുന്ന അവറാച്ചനെയും അക്കാമയും നോക്കി അയൽക്കാരിൽ ചിലർ പറഞ്ഞു, കേട്ടോ അവറാച്ച, ഇയാൾക്കിത് വന്നാ പോരാ. തന്റെ മുമ്പിൽ കിടന്ന് മക്കളെ തമ്മി കുത്തി മരിക്കണം, തന്നെയും കൊല്ലണം. താനാ വളം വെച്ചു കൊടുത്ത് പിള്ളേരെ വഷളാക്കിയത്. അവറാച്ചന്റെ തല കുനിഞ്ഞു. സത്യമാണ്. ചെറുപ്പം മുതൽ മക്കൾ ഇരുവരും അക്രമാസക്തരായ കുസൃതിക്കാരായിരുന്നു. അയൽവീട്ടിലെ കുട്ടികളുടെ നേർക്കും സ്കൂളിലും ഒക്കെ അവർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ആര് പരാതി പറഞ്ഞാലും അവറാച്ചനോ അക്കാമയോ അത് ചെവിക്കൊണ്ടിരുന്നില്ല. അധ്യാപകർ അവരെ ശിക്ഷിച്ചു മടുത്തു. ശിക്ഷ ഏൽക്കുന്തോറും അവർക്ക് വീറായിരുന്നു. അയൽക്കാരുടെ കുട്ടികൾ അവരോട് കൂട്ടുകൂടാതായി. സ്കൂളിൽ പോക്ക് തന്നെ അവർ നിർത്തി. ജോയിക്കുട്ടി 7ാം ക്ലാസ്, ജോർജ് 8ാം ക്ലാസ്. പിന്നെ അവര് പരസ്പരം കളിച്ചു, തമ്മിൽ തല്ലി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരുവരും പരസ്പരം ശത്രുത പുലർത്തി. പ്രായമായി വരുമ്പോ ഒക്കെ മാറിക്കൊള്ളും. അതായിരുന്നു അവറാച്ചന്റെയും അക്കാമ്മയുടെയും നിലപാട്. പക്ഷെ പ്രായമാകുന്തോറും അവരോടൊപ്പം അവരുടെ സ്പർദ്ധയും വീറും വാശിയും വളർന്നു വന്നു. ഒപ്പം തെമ്മാടിത്തരവും. എന്ത് ചെയ്താലും ആരും ചോദിക്കില്ലെന്ന ഭാവം. രക്തബന്ധത്തിന്റെ വില, കൂടപ്പിറപ്പുകൾ പുലർത്തേണ്ടുന്ന സ്നേഹബാധ്യതകൾ ഒന്നും അവർ മനസ്സിലാക്കിയില്ല. പരസ്പര സ്പർദ്ധ മാത്രം നിറഞ്ഞ മനസ്സ്. എന്തിലും ആദ്യം ജോയിക്കുട്ടി ചാടി വീഴും. വിട്ടുകൊടുക്കുന്ന സ്വഭാവം ജോർജിനും ഇല്ല. ആ സ്വഭാവം ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു. 8 തുന്നിക്കെട്ടുണ്ടായിരുന്നു ജോർജിന്റെ തലയ്ക്ക്. അനങ്ങാതെ കിടക്കണം. ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് ജോർജ് ബോധം കിട്ടുപോയി. അല്ലെങ്കിൽ ജോയിക്കുട്ടി അടിച്ചതാണെന്നവൻ പറയുമായിരുന്നു. മോളിയുടെ അച്ചായനും അമ്മച്ചിയും കൂടി കള്ളം പറഞ്ഞു. മരത്തിൽ കയറിയപ്പോ കാല് തെറ്റി വീണതാണെന്ന്. അതുകൊണ്ട് കേസില്ല. ബോധം തെളിഞ്ഞ് അതറിഞ്ഞപ്പോൾ ജോർജിന് ആകെ കലി വന്നു. കേസിന്റെ പുറകെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ മോളിയുടെ അമ്മച്ചി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പകരം ജോയിക്കുട്ടിയെ പൂട്ടാനുള്ള വിദ്യയും പറഞ്ഞു കൊടുത്തു. അതാണ് നല്ലതെന്ന് ജോർജിനും മോളിക്കും ബോധ്യപ്പെട്ടു. അവറാച്ചൻ ആശുപത്രിയിൽ വന്നപ്പോഴേ ജോർജ് തുറന്നു പറയുകയും ചെയ്തു, ഞാൻ ഈ ആശുപത്രിയിൽ വിട്ടു വരുമ്പോഴേക്കും അവനും അവൾ അവിടെ കാണരുത്. അപ്പനോടാ ഞാൻ പറയുന്നത്. അപ്പൻ എന്ത് ചെയ്താലും കൊള്ളാം, അവനെ അവിടെ കാണാൻ പാടില്ല. കണ്ട ജയിലിൽ പോകേണ്ടി വന്നാലും സാരമില്ല. ഞാൻ അവനെ കുത്തി മലർത്തും 3 തരം. അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവറാച്ചനും തോന്നി. 4ാം ദിവസമാണ് ജോയിക്കുട്ടിയുടെ കാർ വീട്ടുമുറ്റത്ത് എത്തുന്നത്. കാറിന്റെ ചില്ലുകൾ മാറ്റിയിട്ടിരുന്നു, പൂർവാധികം ഭംഗിയായി തന്നെ. പക്ഷേ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി വരാന്തയിലെത്തിയ ജോയിക്കുട്ടിക്ക് മുമ്പിൽ ഭീമമായൊരു തടസ്സം പോലെ അവറാച്ചൻ നിന്നു. ജോയിക്കുട്ടി നെറ്റി ചുളിച്ചു. ഇന്ന് മുതല് നീയും ബെബിളയും എവിടെ താമസിക്കാൻ പറ്റത്തില്ല, അവറാച്ചൻ തറപ്പിച്ചു പറഞ്ഞു. എന്നാ കാര്യം? ജോയിക്കുട്ടി തല ഉയർത്തി. എന്നാ കാര്യമെന്നോ? ഒരുത്തന്റെ തല തല്ലി കീറി. അവൻ ഇങ്ങോട്ട് വന്നാലേ നിന്റെ കഴുത്ത് കണ്ടിക്കും 3 തരം. ആ പുല്ല് എന്നെ ഞൊട്ടും, ജോയിക്കുട്ടി നിസ്സാരമാക്കി. എങ്ങനെയായാലും പ്രശ്നമില്ല, ഇവിടെ ഇനി താമസിക്കണ്ട, അവറാച്ചൻ ദൃഢമായി പറഞ്ഞു. എന്നാ ആര് പറഞ്ഞു? ജോയിക്കുട്ടി വരാന്തയിലേക്ക് ചാടിക്കയറി. ഞാനാടാ പറഞ്ഞത്, അവറാച്ചൻ കൂസാതെ പറഞ്ഞു. അപ്പനത് പറയാൻ എന്താ കാര്യം? കാര്യം ഞാൻ നിന്റെ അപ്പനായത് തന്നെ, അതാ കാര്യം. അത് പോയി പള്ളി പറഞ്ഞാ മതി. ജോയിക്കുട്ടി നേരെ അകത്തേക്ക് കടക്കാൻ ഒരുങ്ങി. ഇല്ലടാ അവിടെ, അവറാച്ചൻ മുമ്പിൽ കയറി നിന്നു. നിനക്ക് ഇത്രയും പ്രായമായി, കല്യാണം നടത്തി, നീയൊക്കെ മര്യാദയായെന്ന് കരുതിയത് വെറുതെ. ചോര കൊണ്ടുവരെയായി കളി. കൊലപാതകത്തിന് സാക്ഷി പറയാൻ എനിക്ക് പറ്റത്തില്ല. എവിടെയും കാണിച്ചാ പൊയ്ക്കോ. അപ്പൻ ഇതിൽ ഇടപെടണ്ട. പിന്നെ ആരാടാ ഇടപെടേണ്ടത്? നിനക്ക് വേറെ അപ്പനുണ്ടോ? അവറാച്ചൻ ക്രുദ്ധനായി. എനിക്കറിയാമേല. ജോയിക്കുട്ടി അകത്തേക്ക് തന്നെയാണ് കയറിയത്. അവറാച്ചൻ സ്വയം മറന്ന നിമിഷം ജോയിക്കുട്ടിയെ ബലമായി ഉന്തിത്തള്ളി വരാന്തയിൽ നിന്ന് മുറ്റത്തെത്തിച്ചു. ജോയിക്കുട്ടി കുതറി. അവറാച്ചൻ വിട്ടില്ല. ഒടുവിൽ സഹികെട്ട് അവനും പിടിച്ചൊരു തള്ളു കൊടുത്തു. അവറാച്ചൻ താഴെ വീണുപോയി. അയ്യോ, നീ എന്നതാടാ ഈ കാട്ടിയത്? അക്കാമ്മ നിലവിളിച്ചു. പിടഞ്ഞെണീച്ച അവറാച്ചൻ ജോയിക്കുട്ടിയെ തൊഴിച്ചു വീഴ്ത്തി. കൊല്ലും ഞാൻ, നീയൊക്കെ ഇനി ജീവിക്കണ്ട. വീണ്ടും തൊഴിക്കാനോങ്ങിയ കാലിൽ തന്നെ മകൻ പിടികൂടി. അപ്പൻ ഞെളിപിരി കൊണ്ടു. ആലിസ് നടുങ്ങി തെറിച്ചുപോയി. എന്തൊരു കാഴ്ചയാണ് ഈശോയെ! അനിയനും ചേട്ടനുമായുള്ള വഴക്ക് ചോരയിൽ അവസാനിച്ചിട്ട് കഷ്ടിച്ച് 4 ദിവസമേ ആയുള്ളൂ. ഇപ്പോഴിതാ അപ്പനും മകനും. ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്കിപ്പോ ആഗ്രഹമില്ല. എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാനാണ് വെമ്പൽ. എങ്ങോട്ടെങ്കിലും. അക്കാമ്മ അകത്തേക്ക് ഓടിക്കയറി കയ്യിൽ കിട്ടിയത് ചൂല്. അതുമായി പാഞ്ഞു വന്ന് മകനെ തലങ്ങും വിലങ്ങും തല്ലി. ആഹാ, നീ അത്രയ്ക്കായോ? പിടടാ പിടടാ! ജോയിക്കുട്ടിയുടെ പിടിവിട്ടുപോയി. അവറാച്ചൻ വീണ്ടും തൊഴിക്കാനോങ്ങി. അക്കാമ്മ അയാളെ പിടിച്ചു തള്ളി. മനുഷ്യനെ, നിങ്ങൾ അകത്ത് പോ. പിന്നെ ജോയിക്കുട്ടിയോട് പറഞ്ഞു, എവിടെയല്ലോ ഇറങ്ങിപ്പോടാ, പോത്ത് പോലെ വളർന്നില്ലേ? ഒരു വീട് വാടകയ്ക്ക് എടുക്കടാ, എന്നിട്ട് പെമ്പിളിയും കൂട്ടി പൊറുക്കടാ. വാടകയ്ക്ക് കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാലും ഒരു വീട് വെക്കടാ, സ്ഥലമല്ലേ ഉള്ളത്, അക്കാമ്മ കിതപ്പോടെ പറഞ്ഞു.
നീ രണ്ടും ഇതിന്റെ ഉള്ളിൽ താമസിച്ചാലേ ഏതെങ്കിലും ഒരുത്തി വിധവയാവും. എന്റെ ഈശോയെ, ആലിസ് കുരിശു വരച്ചു പോയി. എന്നാൽ എനിക്ക് വീട് വെച്ചതാ എന്നായി ജോയിക്കുട്ടി. നിനക്ക് വീതം തരാം, വീട് അതിൽ വെച്ചോ. കഴിവുള്ളതുപോലെ നിന്റെ അപ്പം നിന്നെ സഹായിക്കും. തൽക്കാലം നീ മാറിപ്പോ. ചോരക്കളി ഇനി പറ്റത്തില്ല, അതാ. ജോയിക്കുട്ടി കലി തുള്ളി അകത്തേക്ക് നടന്നു. അവന്റേതായതെല്ലാം നുള്ളിപ്പെറുക്കിയെടുത്തു. അതിൽ പാത്രങ്ങൾ മുതൽ മുട്ടുസൂചി വരെ ഉണ്ടായിരുന്നു. ഒരുത്തനും എന്റേതിട്ട് അങ്ങനെ സൂഹിക്കണ്ട, അവൻ പിറുപിറുത്തു. ഞാൻ പോകുക എന്ന് കരുതി ഒരു പോക്കല്ല, ഞാൻ തിരിച്ചു വരുമെന്ന് അവനോട് പറഞ്ഞേക്ക്. ആലിസ് നെടുതായി നിശ്വസിച്ചു പോയി. അവൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കർത്താവിന് സ്തുതി. ഇവിടെ നിന്ന് ഒരു മിനിറ്റ് മുമ്പേ പോകണം എങ്ങോട്ടെങ്കിലും. ഏറെടി വന്ന് ജോയ്ക്കുട്ടി ആലിസിനോട് കൽപ്പിച്ചു. അവൾ ഭയന്നുപോയി. പെട്ടെന്ന് കാറിനുള്ളിൽ കടന്നിരുന്നു. കാർ നീങ്ങി. ഒരു വാടക വീടായാലും മതി, സമാധാനം ഉണ്ടാകണം, അത് മാത്രം മതി, അവൾ മനസ്സാ നിശ്ചയിച്ചു. നീ ആരുടെയും കുത്തുവാക്കുകൾ കേൾക്കണ്ട. മാത്രമല്ല, താനും ജോയിച്ചായനും മാത്രമുള്ള വീട്, ഒരു ലോകം. ആ ലോകത്ത് ചിലപ്പോൾ തനിക്ക് സ്വാധീനം കൂടും. ജോയിച്ചായന്റെ മുരടൻ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. സൗമ്യനും മര്യാദക്കാരനും സ്നേഹവാനുമായ ജോയ്ക്കുട്ടി. വിവാഹത്തിന് മുമ്പ് കണ്ട ജോയ്ക്കുട്ടി. അവൾ പ്രത്യാശിച്ചു. മനോരാജ്യത്തിൽ മുഴുകിയ അവൾ വണ്ടി നിന്നപ്പോഴേ ശ്രദ്ധിച്ചുള്ളൂ. പരിസരം, ചിരപരിചിതമായ പരിസരം. അവൾ അറിഞ്ഞു. കാർ നിന്നിരിക്കുന്നത് വാടക വീടിന് മുൻപിലല്ല, കുറ്റിക്കാട്ട്, സ്വന്തം വീട്ടുപടിക്കൽ. കാണുന്നത് സ്വന്തം കൂരയാണ്. ഇവിടെയോ? ഇവിടെ എന്തിന് എന്നൊന്ന് ചോദിക്കാൻ ശക്തമായി അവൾ ആഗ്രഹിച്ചു. പക്ഷെ കാട്ടുപോത്തിന്റെ മുഖഭാവത്തോടെ ജോയ്ക്കുട്ടി അവളുടെ മുഖത്തേക്ക് നോക്കിയതോടെ അവൾ ആകെ സ്തംഭിച്ചു പോയി. ശരീരം അപ്പാടെ തളർന്ന അവൾ അതേപടി അങ്ങനെ ഇരുന്നു പോയി. ആനി മാത്രമേ ഉള്ളൂ പകൽ സമയം വീട്ടിൽ. പിന്നിലെ മുറിയിൽ കറിയായും. കാറിന്റെ ശബ്ദം കേട്ടാണ് ആനി ഇറങ്ങി വന്നത്. അനുജത്തിയും ഭർത്താവും. ആനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ആദ്യമൊക്കെ ഓട്ടോറിക്ഷയിൽ വന്നിരുന്നവർ ഇപ്പോഴിതാ കാറിൽ. അനിയത്തി ഭാഗ്യവതിയാണ്. എന്തുകൊണ്ടോ ആ കണ്ണുകൾ ഒന്ന് തുളുമ്പി. ധൃതിയിൽ അടുത്ത് വന്ന അവളെ നോക്കി ജോയ്ക്കുട്ടി ഹൃദ്യമായി ചിരിച്ചു. ആലിസ് മെല്ലെ ഇറങ്ങുകയായിരുന്നു. എല്ലാ വിഷമങ്ങളും മൂടി വെക്കുന്ന ഒരു മുഖം അവൾ കടമെടുക്കുകയായിരുന്നു. അമ്മച്ചി ഇന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ആനി പറഞ്ഞു. നിങ്ങളെ കാണാനില്ലല്ലോന്ന്. ആനി ആലിസിന്റെ കയ്യിൽ പിടിച്ചു. അപ്പോഴാണ് കാറിനുള്ളിൽ നിന്നും ഡിക്കിയിൽ നിന്നും ഒക്കെ ജോയ്ക്കുട്ടി ഓരോരോ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ചത്. ആനിക്ക് ചോദ്യഭാവം. ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നു. ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാമെന്ന് വെച്ചു. തൽക്കാലം സാധനങ്ങൾ എവിടെ ഇറക്കി വെക്കാമെന്ന് കരുതി, ജോയ്ക്കുട്ടി പറഞ്ഞു. അല്ല, ഇത്ര പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ആനി അമ്പരന്നു. എന്തിനാ ചേച്ചി മുന്നറിയിപ്പ്? അപ്പപ്പോ തോന്നുന്നത് ചെയ്യണം, അല്ലാതെ എന്താ? ജോയ്ക്കുട്ടി ചോദിച്ചു. അവന്റെ ആ ചേച്ചി വിളി കേട്ടപ്പോ ആലി ചൂളിപ്പോയി. അനിയത്തിയുടെ കെട്ടിയവനാണെങ്കിലും അവളേക്കാൾ 4-5 വയസ്സിന് മൂത്തതാണ് അവൻ. ആലിസിന്റെ വിളറിയ മുഖവും നനഞ്ഞ കണ്ണുകളും ഒരു നിമിഷം കൊണ്ട് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സാധനങ്ങൾ അകത്തേക്ക് എടുക്കാൻ ആനി കൂടി സഹായിച്ചു. ഈ കാർ എന്ന് വാങ്ങി? ആനി കാറിന്റെ സൈഡിൽ കൈ ഓടിച്ചു. 2 ആഴ്ചയായി. ഓട്ടോറിക്ഷ എന്തിയേ? അത് വിറ്റു. നന്നായി. ഓട്ടോയെക്കാളും വരുമാനം കാറിനാ, ഗമയും കാറിനാ. ആനി ചിരിച്ചു. ആലീസിനേക്കാളും കാര്യബോധം ചേച്ചിക്കുണ്ടല്ലോ, ജോയ്ക്കുട്ടി പറഞ്ഞു. ആനിക്ക് പിന്നെയും ചമ്മലായി. ആലീസിന്റെ നെഞ്ചിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ജോയ്ക്കുട്ടിയെ അവളൊന്ന് തറപ്പിച്ചു നോക്കി. പക്ഷെ അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. സാധനങ്ങൾ മാറ്റിവെക്കുന്നതിലാണ് അവന്റെ ശ്രദ്ധയെന്ന് തോന്നി. ഇവർ എന്തെങ്കിലും കഴിച്ചതാണോ? എന്താണ് കൊടുക്കുക? ആനി പെട്ടെന്ന് അകത്തേക്ക് കയറി. അടുപ്പിൽ തീ കൂട്ടി കാപ്പിക്ക് വെള്ളം വെച്ചു. കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല, ആനി വിഷമത്തോടെ ഓർത്തു. ആലീസിന്റെ വിവാഹം കൂടി കഴിഞ്ഞതോടെ വലിയ ബുദ്ധിമുട്ടാണ്. ചിട്ടിക്ക് അടയ്ക്കണം മുടങ്ങാതെ, പോരാഞ്ഞിട്ട് വാങ്ങിയ കടവും വീട്ടണം. അന്നക്കുട്ടിയും റീനയും ആഞ്ഞു തുഴയുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച കടവിൽ നിന്ന് എത്രയോ അകലെയാണ് ഇപ്പോഴും വള്ളം. ജോയ്ക്കുട്ടി കാര്യം മനസ്സിലാക്കി. മാത്രമല്ല, സൂത്രത്തിൽ അവൻ അടുക്കളയിലേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. ആനി ആലിസിനെ ചോദ്യം ചെയ്തു. പുതച്ചിരുന്ന സാരിത്തുമ്പ് മാറ്റിയപ്പോൾ നഗ്നമായ അവളുടെ കഴുത്ത് കണ്ടു. ആനിയുടെ കണ്ണുകളിൽ അമ്പരപ്പ്. ജോയ്ക്കുട്ടിയുടെ പേരിൽ ഉള്ള കുഴപ്പങ്ങൾ 90% മറച്ചുവെച്ച് അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു. തന്നെ തല്ലിയതോ ഭർസിച്ചതോ ഒന്നും അവൾ പറഞ്ഞില്ല. തന്റെ വീട്ടുകാരും ചതിച്ചു എന്ന് പറഞ്ഞതും. കാർ വാങ്ങാൻ പണം തികയാതെ വിഷമിച്ചപ്പോ ഞാൻ അതെല്ലാം ഊരിക്കൊടുത്തു. എല്ലാം എനിക്ക് മേടിച്ചു തരുമോ ചേച്ചി? ആലിസ് പറഞ്ഞു പ്രത്യാശയോടെ. ആ വീട്ടുകാരും ആ ജോർജും ഒക്കെ ഇത്ര ചീത്ത കൂട്ടങ്ങളാണോ? ആനി ചോദിച്ചു. ഏതായാലും നിങ്ങൾ പോന്നത് നന്നായി. സമാധാനമായിട്ട് കഴിയാമല്ലോ. വീട് വാടകയോ സ്വന്തമോ എന്നതിലല്ല പ്രാധാന്യം,
സമാധാനമായിട്ടുള്ള ജീവിതത്തിലാണ്. ആലിസിന്റെ വിഷമം മറ്റൊന്നാണ്. ഇന്ന് എവിടെ കഴിയും? വിവാഹം നടന്നിട്ട് നാളിതുവരെ ജോയ്ക്കുട്ടി ഈ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടില്ല. ഓട്ടോറിക്ഷയിൽ വരും പോകും, അത്ര തന്നെ. സൗകര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ് ആ പോക്ക്. ഒരു ചെറിയ വരാന്ത, നിന്ന് തിരിയാൻ മാത്രം ഇടമുള്ള ഒരു അടുക്കള, പിന്നെ ഒരു ചെറിയ മുറി. ഇത്രയുമാണ് ആ വീട്ടിലെ സൗകര്യങ്ങൾ. പിന്നെ പിന്നാമ്പുറത്ത് കറിയ കിടക്കുന്ന പലകമറയുള്ള ആ ചെറിയ മുറിയും. ആകെയുള്ള ഒറ്റമുറിയിലാണ് അന്നക്കുട്ടിയും പെൺമക്കളും കിടന്നുറങ്ങുന്നത്. ഇന്ന് അവർ എവിടേക്ക് ഒഴിഞ്ഞുമാറിയാണ് ജോയ്ക്കുട്ടിക്ക് ഉറങ്ങാൻ ഇടമൊരുക്കുന്നത്? വരാന്തയിലോ കറിയ കിടക്കുന്ന മുറിയിലോ? ഒരാൾക്ക് നിവർന്നു കിടക്കാൻ ഇടമില്ലാത്ത അടുക്കളയിലോ? നീ വിഷമിക്കണ്ട ആലിസെ, ഒന്നോ രണ്ടോ ദിവസം അത്രയല്ലേ ഉള്ളൂ. അതെങ്ങനെ കഴിയാം? നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന ശീലമല്ലേ അനിയന്. ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇവിടെയുള്ളവർക്ക് മുറ്റത്തായാലും കിടക്കാമല്ലോ. ആനി അനിയത്തിയെ സമാധാനിപ്പിച്ചു. ആലീസ് ദയനീയമായി നോക്കി. മഴക്കാലമാണ്. ഈ വീടിന്റെ അകത്തിരുന്നാൽ തന്നെ നനഞ്ഞൊലിക്കും. അകത്താകെ ഈർപ്പമാണ്. അപ്പൊ പിന്നെ മുറ്റത്ത് എങ്ങനെ കഴിയും? പക്ഷേ അവൾ അങ്ങനെ ചോദിച്ചില്ല, സമാധാനിച്ചു. ഒന്നോ രണ്ടോ ദിവസം, അത് സാരമില്ല. ജോയ്ക്കുട്ടിയുടെ കാർ തിരികെ വന്നപ്പോ അതിനുള്ളിൽ അരിയും സാധനങ്ങളും ഉണ്ടായിരുന്നു. 1/2 കിലോ 1 കിലോ കണക്കൊന്നും ജോയ്ക്കുട്ടിക്ക് അറിയില്ല. സ്വന്തം വീട്ടിൽ അവറാച്ചനാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നതും. അതുകൊണ്ട് വായിൽ തോന്നിയ കണക്ക് പറഞ്ഞു. മീൻ ഉൾപ്പെടെ ഒരു കാറ് നിറയെ സാധന സാമഗ്രികൾ, അരി മുതൽ പച്ചക്കറി വരെ ഒക്കെ അവൻ വീട്ടുമുറ്റത്തിറക്കി. ആനിയും ആലിസും കൂടി ആഹാരം പാകം ചെയ്യാനുള്ള ചട്ടവട്ടം ഒരുക്കി. ആലിസ് അവളുടെ വിഷമം മറന്നു തുടങ്ങി. ജോയിച്ചായൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നത് നന്നായി എന്ന് തോന്നി. നല്ലവനാണ് ജോയിച്ചായൻ. ആ വീട്ടിലെ ജീവിത രീതിയാണ് ജോയിച്ചായനെ എത്രയേറെ വഷളാക്കിയത്. സ്നേഹമില്ലാത്ത അന്തരീക്ഷം, ആത്മാർത്ഥതയില്ലാത്ത ആളുകൾ. ഇനി ജോയിച്ചായൻ നല്ലവനാകും. എന്തൊക്കെ ആയാലും ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട, അതാണ് നല്ലത്. റീനയും മന്നുക്കുട്ടിയും വന്നപ്പോ സന്ധ്യയായി. വിവരങ്ങൾ അറിഞ്ഞപ്പോ അവർക്കും സന്തോഷമായി. ജോയ്ക്കുട്ടി മൂത്ത ആളില്ലയോ, എന്നായാലും മാറണം. അത് പിന്നെ എത്രയും നേരത്തെ ആയാല് അത്രയും നല്ലത്. പോരാഞ്ഞിട്ട് അനിയനൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോ. അന്നക്കുട്ടി ആശ്വസിപ്പിച്ചു. ഒരു വീട് ഞാനും അന്വേഷിക്കാം. വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഒരു വീട് വെക്കാം, അതാ നല്ലത്. ഒന്നോ രണ്ടോ മുറിയുള്ള ഒരു വീട് വെക്കുക. തൽക്കാലം താമസം തുടങ്ങിക്കൊണ്ട് ബാക്കി പണി നടത്തണം. അന്നക്കുട്ടിക്ക് പ്രത്യാശയുണ്ടായി, സന്തോഷമുണ്ടായി. വഴക്ക് പിടിച്ചു പോന്നുവെങ്കിലും തന്റെ മകൾക്ക് സുഖമാണെന്ന് തന്നെ അന്നക്കുട്ടി ആശ്വസിച്ചു. പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ കൂടിയപ്പോ ചോറും മീനും ഉൾപ്പെടെ 3-4 കൂട്ടം കറികളും പെട്ടെന്ന് പാകപ്പെടുത്താൻ കഴിഞ്ഞു. അത് വിളമ്പി കറിയാക്കും വയറ് നിറയെ കൊടുത്തു. അന്നക്കുട്ടി വരാന്തയിൽ ചുരുണ്ടുകൂടി. റീനയും ആനിയും അടുക്കളയിലും. ശേഷിച്ച മുറിയിൽ ഒരു കട്ടിലുണ്ട്. പകൽ അന്തിയോളം പണിയുന്ന അന്നക്കുട്ടി കിടക്കുന്ന കട്ടിൽ. അതിൽ ജോയിക്കുട്ടിക്കായി പായ വിരിച്ചു. ആലീസും അടുക്കളയിൽ സഹോദരിമാർക്കൊപ്പം കിടക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ജോയിക്കുട്ടി വിട്ടില്ല. അയ്യോ, ഇച്ചേച്ചി റീനയും അവിടെ കിടക്കുമ്പോ. ആലീസ് വിഷണ്ണയായി. ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. അവരെന്നാ കൊച്ചു പിള്ളേരാണോ? ജോയിക്കുട്ടി ചിരിച്ചു. കൊച്ചു കുട്ടികളാണെങ്കിൽ സാരമില്ലായിരുന്നു. ആലീസ് അങ്ങനെയാണ് വിചാരിച്ചത്. ജോയിക്കുട്ടിക്ക് പക്ഷെ അതൊരു പ്രശ്നമല്ല. അവനെ പ്രകോപിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവളെ വിഷമിപ്പിച്ചു. ഈ വീട്ടിലുള്ളവർ അവന്റെ യഥാർത്ഥ മുഖം കാണും. തനിക്ക് സുഖമാണെന്ന് കരുതുന്ന അവരുടെ നെഞ്ചു കലങ്ങും, ശ്വാസം വിലങ്ങും. സാരമില്ല, തൽക്കാലം ജോയിച്ചായനെ ദേഷ്യപ്പെടുത്തണ്ട എന്ന് തന്നെ അവൾ കരുതി. രാത്രിയിൽ അസഹ്യമായ ദേഷ്യത്തോടെ ജോയിക്കുട്ടി പിടഞ്ഞെണീറ്റു. കറിയായുടെ കൂക്കിവിളി. ജോയിക്കുട്ടി വന്നപ്പോ മുതൽ അത് കേൾക്കുന്നുണ്ട്. കടിച്ചു പിടിച്ച് സഹിച്ചു. പക്ഷെ രാത്രിയിലുടനീളം അതിങ്ങനെ തുടർന്നാലോ? അയ്യോ അയ്യോ എന്ന്. അവിടെയുള്ള മറ്റംഗങ്ങൾക്ക് ആ കൂക്കുവിളിയോ നിലവിളിയോ ഒരു പ്രശ്നമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അയൽക്കാർക്ക് പോലും. എല്ലാവരും സുഖമായി ഉറങ്ങുന്നു. എടി ആലീസേ, ജോയ്ക്കുട്ടി അസഹ്യതയോടെ വിളിച്ചു. അവൾ ഗാഠമായി ഉറങ്ങിയിരുന്നു, എല്ലാ സങ്കടങ്ങളും മറന്ന്. ആലീസേ, ജോയ്ക്കുട്ടി അവളെ തട്ടി ഉണർത്തി. ഏ? ആലീസ് ഉണർന്നു. തീപ്പെട്ടി തപ്പിയെടുത്ത് വിളക്ക് കൊളുത്തി. അമ്പരപ്പോടെ അവൾ നോക്കി. നിന്റെ അപ്പന്റെ ഈ കൂക്കുവിളി രാത്രി എത്ര മണി വരെയാ? ആലീസിന് കാര്യം മനസ്സിലായി. ആർക്കും അസഹ്യത ഉളവാക്കുന്ന ശബ്ദമാണത്. പക്ഷെ അത് നിർത്താൻ മറ്റുള്ളവരെ കൊണ്ട് കഴിയുകയില്ല. ചിലപ്പോ രാത്രി മുഴുവൻ അതുണ്ടാകും. പുലർച്ചെ കിടന്നുറങ്ങും, ഉച്ചവരെ, അല്ലെങ്കിൽ വൈകുന്നത് വരെ. ചിലപ്പോ രാത്രിയിൽ ഉറക്കമായിരിക്കും, പകലാകും നിലവിളി. ആർക്ക് തടയാൻ കഴിയും? എന്നത് നിലയ്ക്കും. ഛേ, ഒന്ന് ഉറങ്ങാൻ നിവൃത്തിയില്ലല്ലോ. ജോയ്ക്കുട്ടിക്ക് ദേഷ്യവും അസഹ്യതയുമായി. വിഷാദത്തോടെ ആലിസ് അവനെ നോക്കി. സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ ഇടം കൊടുക്കാതെ അപ്പനും അനിയനെ ഇറക്കി വിട്ടു. ഇവിടെ എത്തിയപ്പോഴോ ഇങ്ങനെയും. എന്താണ് ഇനി സുഖമായി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ കഴിയുക? ജോയ്ക്കുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടവിടാതെ സിഗരറ്റ് പുകച്ചുകൊണ്ടിരുന്നു. ചിലപ്പോ ചെവിക്കുള്ളിൽ വിരൽ തിരുകി.
ആലിസിനും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യമായി അവൾ ചിന്തിച്ചു പോയി. 18 വർഷമായി ചങ്ങലയിൽ കിടന്ന് ഈ വീടിന്റെയും വീട്ടിലുള്ളവരുടെയും സ്വൈര്യം നശിപ്പിക്കുന്ന ഈ അച്ചായൻ എന്തുകൊണ്ട് മരിക്കുന്നില്ല? വിശപ്പടക്കാൻ പാട്, ചങ്ങലയിൽ കിടക്കുന്നവന്റെ മക്കൾ, അങ്ങനെ ആരും പറയൂ. പക്ഷെ പതിവിലും ആരോഗ്യമാണ്. ഓരോ ദിവസവും ക്ഷീണവും മരണവും അകന്നു തന്നെ നിൽക്കുന്നു, അകന്നു തന്നെ. പുലരാറായപ്പോൾ കറിയ നിലവിളി നിർത്തി. ചങ്ങലത്തുമ്പിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറക്കമായി. ജോയ്ക്കുട്ടിയും കിടന്നു ഉറക്കം ആരംഭിച്ചു. പുലർന്നിട്ടും ജോയ്ക്കുട്ടി ഉണർന്നില്ല. ചായയുമായി വന്ന് ആലിസ് അവനെ ഉണർത്തി. ചായ കുടിച്ച ജോയ്ക്കുട്ടി വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. ഇന്ന് പോകുന്നില്ലേ? അവൾ ചോദിച്ചു. ഓ, പോയി. ഉറക്കം തൂങ്ങി വണ്ടി ഞാൻ വല്ലയിടത്തും കൊണ്ട് ചെന്ന് ഇടിപ്പിക്കും. നിന്റെ അപ്പൻ ചെയ്തു തന്ന സഹായം പോകുന്നുണ്ടോ എന്റെ അടുത്തുനിന്ന്? ആലീസിന് ഒന്നും മിണ്ടാനില്ലായിരുന്നു. ജോയ്ക്കുട്ടി തിരിഞ്ഞു കിടന്ന് ഉറക്കമായി. ആകെ അടച്ചുറപ്പുള്ള ഏക മുറിയാണത്. ഡ്രസ്സുകളും മറ്റും അതിനുള്ളിലാണ്. ജോയ്ക്കുട്ടി അതിനുള്ളിൽ കിടക്കുന്നതിനാൽ അതൊന്നും എടുക്കാൻ വയ്യാതെ റീന വിഷമിച്ചു. ആലീസ് അതെല്ലാം എടുത്തു കൊടുത്തു. റീനയും അന്നക്കുട്ടിയും അവരവരുടെ പണികൾക്കായി പോയി കഴിഞ്ഞു. ആലീസും ആനയും ജോലികളിൽ മുഴുകി. കഴിയുന്നത്ര ജോലികൾ തീർത്തിട്ടാണ് റീനയും അന്നക്കുട്ടിയും പോയത്. ആലീസ് ഗർഭിണിയാണ്. ആനി പതിവിലധികം ക്ഷീണിതയാണിപ്പോ. അതുകൊണ്ട് കട്ടിയായ ജോലികൾ ഇരുവരെ കൊണ്ട് ചെയ്യിക്കാതെ അന്നക്കുട്ടിയും റീനയും ചെയ്തു തീർത്തിരുന്നു. ആലിസും ആനയും കൂടി വീടും പരിസരവും വൃത്തിയാക്കി. തുണികളെല്ലാം വാരിക്കെട്ടി ആറ്റിൽ പോയി നനച്ചു പിഴിഞ്ഞ് വിരിച്ചുണക്കി. കുളി കഴിഞ്ഞു വന്നു. അപ്പോഴും ജോയ്ക്കുട്ടി ഉറക്കമാണ്. ഉച്ചയ്ക്ക് ആലിസ് അവനെ കുത്തി ഉണർത്തി. ജോയ്ക്കുട്ടി ഊണ് കഴിച്ച് വീണ്ടും ഉറക്കമായി. ആലിസ് വല്ലാതെ വിഷമിച്ചു. ഇങ്ങനെ കിടന്നാലോ? ഒരു വീട് അന്വേഷിക്കണ്ടേ? എത്രയും വേഗം അത് ചെയ്തില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അപ്പന് എന്നും ചിലപ്പോൾ നിലവിളി തുടങ്ങും. ജോയിച്ചാൻ എന്നും ഉറങ്ങാൻ പറ്റില്ല. നാളെയും പകലുറങ്ങാൻ പറ്റുമോ? പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ ആലീസ് ഭയന്നു. വൈകുന്നേരം റീനയും അന്നക്കുട്ടിയും വന്നു. ആലീസ് വിഷമത്തോടെ കാര്യം പറഞ്ഞു. ഇന്നലെ ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ജോയിക്കുട്ടിക്ക്, അന്നക്കുട്ടി പറഞ്ഞു. അത് ശരിയാ, അച്ചായന്റെ വിളി നിലച്ചപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. ആലീസ് അമ്മച്ചി പറഞ്ഞത് അപ്പാടെ ശരിവെച്ചു. ആ, ആദ്യമല്ലേ, സാരമില്ല, ഉറങ്ങട്ടെ. വീട് കണ്ടുപിടിക്കാൻ 2 ദിവസം വൈകിന്ന് വെച്ച് നീ ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാ? അന്നക്കുട്ടി ചോദിച്ചു. എന്തിനാ? വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും പറയാൻ വയ്യ. കുറച്ചു ദിവസം ഇവിടെ കഴിയാം എല്ലാവർക്കുമായി. എന്താ? അന്നക്കുട്ടി പറഞ്ഞു. തന്നെ സമാധാനിപ്പിക്കാനാണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ആലീസ് മനസ്സിലാക്കി. വരാന്തയിലെ തണുത്ത തറയിൽ എത്ര ദിവസം അമ്മച്ചി കിടക്കും? മഴ എന്ന് വേണമെങ്കിലും പെയ്യാം. നാളെ തന്നെ വീട് നോക്കാൻ പറയണം, ആലീസ് പിറ്റേന്ന് പറഞ്ഞു. വൈകിട്ട് വന്നപ്പോ അവൻ പറഞ്ഞു, കിട്ടിയില്ല. പിറ്റേന്നും അത് തന്നെ ഉത്തരം. അടുത്ത ദിവസവും അതേ ഉത്തരം. ആലീസ് വല്ലാതെ വിഷമിച്ചു പോയി. ഒരു വാടക വീട് കിട്ടാതെ വരുമോ? ഒന്നെന്തിനാ? ഒരു വീട് മുഴുവൻ വേണമെന്നില്ല, ഒരു മുറിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഒരാഴ്ചയോളമായി ജോയ്ക്കുട്ടി സ്ഥിരം പല്ലവി തുടർന്നു. ആലിസ് ആകെ വിഷമത്തിലായി, കരച്ചിലായി. ഒരു ദിവസം അന്നക്കുട്ടി ജോയ്ക്കുട്ടിയെ സമീപിച്ചു. ഒരു വീട് കിട്ടി മോനെ, നാളെ തന്നെ താമസിക്കാം എന്നവർ പറഞ്ഞു. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്ത്. ആകെ സങ്കോചപ്പെട്ടായിരുന്നു അവരത് പറഞ്ഞത്. എന്തിനാണ് അമ്മച്ചി ഞങ്ങൾ മാറുന്നത്? പെട്ടെന്ന് ജോയ്ക്കുട്ടി ചോദിച്ചു. വീട് വെക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ താമസിക്കാം. എനിക്കാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നത് ഇഷ്ടമല്ല. പോരെങ്കിൽ ഇവിടെ ഒരു ആൺതുണയില്ലല്ലോ. ജോയ്ക്കുട്ടി പുഞ്ചിരിച്ചു. അകത്ത് നിന്നിരുന്ന ആലിസിനെ ആകെ ഒരു വിറയിൽ ബാധിച്ചു. സ്തബ്ധയായി ഏറെ നേരം നിന്നു അന്നക്കുട്ടി. ഇവിടെ ഒരാൺതുണയില്ല, ശരിയാണ്. പക്ഷെ ഒരാൺതുണയുടെ ആവശ്യം ഇന്ന് വരെ അവർക്ക് തോന്നിയിട്ടില്ല. ചങ്ങലത്തുമ്പിലാണെങ്കിലും കറിയ അന്നക്കുട്ടിയുടെ ശക്തിയാണ്. പിന്നെ അയൽക്കാരൊക്കെ നല്ലവരാണ്. ഒരു തരത്തിലും ഉപദ്രവിക്കില്ല. എന്ത് സഹായവും ഏത് നിമിഷവും ലഭിക്കും. പക്ഷെ ജോയ്ക്കുട്ടിയോട് എങ്ങനെ പറയും? പറയാൻ വയ്യ. താമസിച്ചോളൂ എന്ന് പറയാനും വയ്യ. അതുകൊണ്ട് ആ സ്ത്രീ എങ്ങും തൊടാതെ പറഞ്ഞു. ആ, മോന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് മോന്റെയും വീടാ. അങ്ങനെ അവർക്ക് പറയാൻ കഴിയൂ. ജോയ്ക്കുട്ടി ചിരിച്ചു. ആ ചിരി ആലിസ് കണ്ടു. ആ ചിരിയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരുന്നില്ലേ? ആലിസ് വിഷമത്തോടെ മറ്റുള്ളവരെ നോക്കി. വിഷമിപ്പിക്കേണ്ട ആലിസെ, അനിയൻ പെട്ടെന്ന് വീട് വെക്കും. ഒരു കണക്കിന് അതാണ് നല്ലതും. വെറുതെ വാടക വീട് എടുക്കണ്ടല്ലോ, ആനി പറഞ്ഞു. ഒരുപക്ഷെ അതായിരിക്കും നല്ലത്, ആലിസും കരുതി. ഇവിടെ വന്നിട്ട് ഇന്നോളം ജോയിച്ചായന്റെ സ്വഭാവം ഏറ്റവും നല്ലതാണ്. ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. എല്ലാറ്റിനും സഹകരിക്കുന്നുമുണ്ട്. ദിവസവും പണം തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടുത്തെ അസൗകര്യങ്ങളാണ് പ്രധാനം. പകൽ അന്തിയോളം കല്ലും മണ്ണുമായി മല്ലടിക്കുന്ന അമ്മച്ചി തണുപ്പുമേറ്റ് വരാന്തയിൽ വെറും തറയിൽ വിരിച്ച പായമേ കിടക്കണം. റീനയും ചേച്ചിയും അടച്ചുറപ്പില്ലാത്ത അടുക്കളയിൽ. എത്ര നാളിങ്ങനെ കഴിയും? പക്ഷെ അന്നക്കുട്ടിയും റീനയും ആനയും അവൾക്ക് ഉറപ്പ് കൊടുത്തു അവർക്ക് ഒരു വിഷമവും ഉണ്ടാകില്ലെന്ന്.
നല്ലതിനാകാം, ആലിസും പ്രത്യാശിച്ചു. വാടക ഇനത്തിൽ പോകുന്ന രൂപ കൂടി വീടിന് മുടക്കാമല്ലോ. ജോയ്കുട്ടി വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന ചെറിയ മുള്ളുവേലി പൊളിച്ചു കളഞ്ഞു ആദ്യമായി. എന്നിട്ട് എന്നും വഴിയിലിട്ടിരുന്ന കാർ പറമ്പിലേക്ക് കയറ്റിയിട്ടു. വീട്ടിലേക്ക് ആവശ്യമായവ കാറിനുള്ളിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്നു. കറിയായുടെ വിശപ്പ് മിക്കവാറും ദിവസങ്ങളിൽ ഇല്ലാതായിരുന്നു. കൂക്കുവിളിയും കുറഞ്ഞു. ഉണ്ടെങ്കിൽ തന്നെ രാത്രി കുറവായിരുന്നു. പക്ഷെ ഒരു ദിവസം കറിയ പഴയതുപോലെ നിലവിളി ആരംഭിച്ചു. രാത്രിയായി. ജോയ്കുട്ടി വന്നപ്പോ ഊണ് കഴിച്ചു കിടക്കുന്നത് വരെ ക്ഷമിച്ചു. അന്നക്കുട്ടി കറിയായുടെ മുന്നിൽ യാചനയോടെ പറഞ്ഞു, അരുതയെന്ന്. ആരു കേൾക്കാൻ? ആനിയും റീനയും പറഞ്ഞു. ആലിസ് കേണപേക്ഷിച്ചു. ബോധമില്ലാത്ത ആ മനുഷ്യനോട് പറഞ്ഞിട്ട് എന്തു ഗുണം? അയ്യോ! ഈണത്തിലാണ് നിലവിളി. അയ്യോ! കറിയ നിലവിളി തുടർന്നു. പാതിരാത്രി ആയിട്ടും കറിയ കരച്ചിൽ നിർത്തിയില്ല. സഹികേടോടെ ജോയ്ക്കുട്ടി ചാടി എണീറ്റു. ആലീസ് ഭയത്തോടെ ആ നിമിഷത്തെ പ്രതീക്ഷിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. ഇതിയാന്റെ ഒരു അലർച്ച. ജോയ്ക്കുട്ടി പല്ലു കടിച്ചു. സ്വന്തം അപ്പനോടും അമ്മച്ചിയോടും സ്നേഹവും ബഹുമാനവും ഒട്ടുമില്ലാത്ത ആളാണ്. ഭാര്യയുടെ അപ്പനോട് എത്രമാത്രം ഉണ്ടാകും? അതും ശല്യം ചെയ്യുന്ന ഒരു ഭ്രാന്തനായാൽ. ജോയ്ക്കുട്ടി വാതില് തുറക്കാൻ ശ്രമിച്ചു. ജോയിച്ചായ, ഒന്നും ചെയ്യല്ലേ. അച്ചായൻ ഒന്നും ചെയ്യല്ലേ. ആലീസ് കരഞ്ഞുപോയി. പോടി. ജോയ്ക്കുട്ടി അവളെ ബലമായി തള്ളി മാറ്റി. അവൾ ഭിത്തിമേൽ തട്ടി നിന്നുപോയി. മറ്റുള്ളവരും ഉണർന്നു. കാറി കരയുന്ന കറിയായെ ജോയ്ക്കുട്ടി കടന്നു പിടിച്ചു. കറിയ അലറി കുതറി. ജോയ്ക്കുട്ടി പക്ഷെ ശക്തിമാനാണ്. ബലമായി പിടിച്ച് കൈ രണ്ടും പുറകിലേക്ക് പിടിച്ച് കൂട്ടിക്കെട്ടിയിട്ടു. അതോടെ കറിയായുടെ നിലവിളിക്ക് ശക്തി കൂടി, ശബ്ദം കൂടി. ജോയ്ക്കുട്ടി കയ്യിൽ കതിയിരുന്ന തോർത്ത് കറിയായുടെ തുറന്ന വായിൽ തിരികെ വെച്ചു. കുറെ നേരം ഒന്നും മിണ്ടാതെ കിടക്ക്, മറ്റുള്ളവർക്കൊന്നും ഉറങ്ങണമല്ലോ. അവൻ അമർഷത്തോടെ അമർത്തി ചവിട്ടി. തിരിഞ്ഞു നോക്കുമ്പോ വാതിൽക്കൽ ആ അമ്മയും 3 പെൺമക്കളും നിൽക്കുന്നു. നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു അന്നക്കുട്ടി. സ്വൈര്യമായി ഉറങ്ങേണ്ടവർ ഇവിടുന്ന് ഈ നിമിഷം ഇറങ്ങിക്കോണം. അങ്ങനെ തറപ്പിച്ചു പറയാൻ അന്നക്കുട്ടി ആവുന്നത്ര ശക്തി സംഭരിച്ചു. കഴിഞ്ഞില്ല. ദയനീയമായി അവർ ജോയ്ക്കുട്ടിയെ നോക്കി. എങ്കിലും നീ ഇത് ചെയ്തല്ലോടെ അല്ല മുഖം ചോദിക്കുന്നുണ്ടായിരുന്നു. ജോയ്ക്കുട്ടി പക്ഷെ മുറിയിൽ കയറിപ്പോയി ഒട്ടും കൂസലില്ലാതെ. കറിയ കുതറുകയും അമറുകയും ചെയ്തു. ശബ്ദമില്ലാത്ത ചലനങ്ങൾ. അന്നക്കുട്ടി ദയനീയമായി ആലിസിനെ നോക്കി. ആലിസ് വിമ്മിപ്പൊട്ടി. റീനയും ആനയും കണ്ണീരൊഴുക്കി. എടി ആലിസേ! മുറിയിൽ നിന്നും ജോയ്ക്കുട്ടിയുടെ വിളി മുഴങ്ങി. അത്യന്തം ഗൗരവത്തിൽ. ആലിസ് നടുങ്ങി. അവൾ തിടുക്കത്തിൽ മുറിയിലേക്ക് കയറി. വാതിൽ ചാരി. അന്നക്കുട്ടി ശേഷിച്ച മക്കളെ നോക്കി. മക്കൾ അമ്മച്ചിയെയും. മൂവരും കറിയായി നോക്കി. വലതുകാലിൽ ചങ്ങല. ചങ്ങലയെറിഞ്ഞ വടുവിൽ പഴുപ്പ്. കൈകൾ പിന്നിലേക്ക് കെട്ടിയിരിക്കുന്നു. വായി തുറന്ന പടി തുണി തിരികെപ്പെട്ട നിലയിൽ. ഓ, ഈ മനുഷ്യൻ! അന്നക്കുട്ടി സങ്കടത്തോടെ ആഗ്രഹിച്ചു പോയി. എന്തിനാണ് ജീവൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്? അന്നക്കുട്ടി വരാന്തയിലേക്ക് ഇറങ്ങി. അവർക്ക് പിന്നെ കിടക്കാൻ കഴിഞ്ഞില്ല, ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് ചിന്തകൾ, അതും പേടിപ്പെടുത്തുന്ന ചിന്തകൾ. അന്നക്കുട്ടിയെ ഉറക്കം കൈവെടിഞ്ഞിരുന്നു. നേരെ പുലർന്നു. വല്ലാത്തൊരു മൂകത ആ വീടിനെ ആകെ വലയം ചെയ്തിരുന്നു. ആരും പരസ്പരം നോക്കിയില്ല, ശബ്ദിച്ചില്ല. ഒരു നിയോഗം പോലെ താതാങ്ങളുടെ ജോലികൾ നിശബ്ദം ചെയ്തു. ഉള്ളിലെ സങ്കടം ഇടയ്ക്കിടെ നെടുവീർപ്പായി പുറത്തേക്ക് വിട്ടു. ആ നെടുവീർപ്പുകൾക്ക് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. ഇടയ്ക്ക് അന്നക്കുട്ടി പിന്നാമ്പുറത്തെ മുറിയിലെത്തി. കറിയ ഉറങ്ങുകയാണ്. വായിൽ അപ്പോഴും തുണിയുണ്ട്. കൈകൾ അപ്പോഴും പിന്നിൽ കെട്ടിയിട്ടുണ്ട്. ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. ആലിസും വന്നു നോക്കി. ആ കെട്ടുകൾ അഴിക്കണമെന്നും വായിൽ നിന്നും തുണിയെടുക്കണമെന്നും അവൾ അത്യുത്കടമായി ആഗ്രഹിച്ചു. അമ്മച്ചിയുടെ സങ്കടം അവളുടെ ഹൃദയത്തെ വല്ലാതെ പൊള്ളിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അവൾ വല്ലാതെ ഭയപ്പെട്ടു. ഒരു പൊട്ടിത്തെറിയെ അവൾ ആയാസപ്പെട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ നെഞ്ച് കത്തിയിരിക്കുന്നത് ആരും അറിയുന്നില്ല. ആരും. അവളുടെ മുഖം വാടി തന്നെ ഇരുന്നു. അവളുടെ കണ്ണുകൾ ഈറനായി തന്നെ ഇരുന്നു. ജോയ്ക്കുട്ടി എണീറ്റ് വന്ന പാടെ പിന്നാമ്പുറത്തെ മുറിയിലെത്തി. ഉറങ്ങുന്ന കറിയായി നോക്കി. പിന്നെ വായിൽ നിന്ന് തുണിയെടുത്തു. കൈകളിലെ കെട്ടഴിച്ചു. ആലിസിന്റെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങി ജോയ്ക്കുട്ടി തന്നെ കറിയാക്കി കൊടുത്തു. ആർത്തിയോടെ കറിയ കാപ്പി കുടിച്ചു. ജോയ്ക്കുട്ടിയെ നോക്കി ചിരിച്ചു. ജോയ്ക്കുട്ടിയും ചിരിച്ചു. അന്നക്കുട്ടിയുടെ നെഞ്ചു തണുത്തു. റീനയും ആനയും പരസ്പരം നോക്കി. ഉറക്കം മുറിപ്പെട്ടതിന്റെ അസഹ്യത കൊണ്ട് രാത്രിയിൽ ജോയ്ക്കുട്ടി കടുകൈ ചെയ്തതാണ് അവർ കരുതി. അതിനവനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. ആരായാലും ചെയ്തു പോകും. അത്രയ്ക്ക് അസഹ്യമാണ് ആ നിലവിളി. എന്തിനു വേണ്ടി എന്ന് കറിയാക്കി പോലും അറിയാൻ പാടില്ലാത്ത നിലവിളിയാണത്. ഒരു തരം ഊരിയിടൽ. ചെവി തുളച്ച് കയറി തലച്ചോറിനെ പോലും വിഹ്വലമാക്കും ചിലപ്പോ. ആദ്യമൊക്കെ അങ്ങനെ തോന്നിയിരുന്നതാണ് ആ വീട്ടിലുള്ളവർക്കും. ഇണക്കത്തിലും പിണക്കത്തിലും കറിയായോട് പലതരത്തിലും പറഞ്ഞു നോക്കിയിട്ടുള്ളതാണ്. ദേഷ്യപ്പെട്ടിട്ടുള്ളതാണ്. കറിയായുടെ ഒഴിവാക്കാൻ പറ്റാത്ത വിശപ്പ് പോലെയോ നിശ്വാസം പോലെയോ ഒക്കെ
ഒടുവിൽ ആ ഓരിയിടലും പരിണമിക്കുകയായിരുന്നു. ജോയ്ക്കുട്ടി അന്യനാണ്. ആലീസിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ തങ്ങുന്നതും ഇത്രയും ദിവസം സഹിച്ചതും. അന്നക്കുട്ടി അങ്ങനെയൊക്കെ സമാധാനിച്ചു. പക്ഷെ ആലീസ്, അവൾക്ക് മാത്രം സമാധാനിക്കാൻ കഴിഞ്ഞില്ല. ജോയ്ക്കുട്ടിയുടെ സ്വഭാവ വൈചിത്രങ്ങൾ അറിയാവുന്നത് അവക്കല്ലേ. അന്നക്കുട്ടി പണിക്ക് പോകാൻ ഇറങ്ങിയപ്പോ ജോയ്ക്കുട്ടി പതിയെ അടുത്തു ചെന്നു. ഇങ്ങേർക്കിപ്പോ മരുന്നൊന്നുമില്ലേ? ജോയ്ക്കുട്ടി പിന്നിലെ മുറിയിലേക്ക് കൈ ചൂണ്ടി. ഇല്ല. അന്നക്കുട്ടിയുടെ മുഖം വാടി, കണ്ണുകൾ സജലങ്ങളായി. അതെന്താ? ഒരുപാട് ചികിത്സിച്ചതാ കുഞ്ഞെ. അന്നക്കുട്ടിക്ക് പെട്ടെന്ന് സങ്കടം മുട്ടിത്തിരിഞ്ഞു. കണ്ണുകൾ തുളുമ്പി ഒഴുകി. ചട്ടത്തുമ്പ് ഉയർത്തി അവർ മുഖം തുടച്ചു. അന്നൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ വിറ്റു തൊലച്ചു. എന്റെ കെട്ടുതാലി വരെ പറിച്ചു. പക്ഷെ ഉണ്ടായ സൂക്കട് മുഴുവനും മാറിയില്ല. പിന്നെ ചികിത്സിക്കാൻ പാങ്ങവിടെ? 3 നേരം കഞ്ഞിക്ക് ഉണ്ടാക്കണം. ഈ പെമ്പിള്ളേര് കുഞ്ഞുങ്ങളല്ലായിരുന്നു. അതുങ്ങളെ വളർത്തണം. എല്ലാത്തിനോടും ഞാൻ എന്തോ ചെയ്യും. പോരാഞ്ഞിട്ട് ആനിയുടെ സൂക്കേടും. കർത്താവ് എന്നെ ഇട്ട് സങ്കടപ്പെടുത്തി അരിച്ചു പെറുക്കുക. എല്ലാം എന്റെ തലയിലെടുത്ത്. ഒരാൺകുഞ്ഞിനെ തരാൻ കർത്താവിന് കനിവുണ്ടായില്ല. അനുഭവിക്കാനല്ലാതെ തിരുമിച്ചാകാൻ പറ്റൂ കുഞ്ഞെ? ഒടുവിലായപ്പോൾ അന്നക്കുട്ടി വല്ലാതെ കരഞ്ഞുപോയി. അമ്മച്ചി, ജോയിക്കുട്ടിയുടെ സ്വരം ആർദ്രമായി. ഒരാണില്ലെന്ന് അമ്മച്ചി സങ്കടപ്പെടണ്ട. അമ്മച്ചിയുടെ മകനായി തന്നെ എന്നെ കരുതിക്കോ. അപ്പുറത്തുനിന്ന് എല്ലാം കേട്ടു നിന്നിരുന്ന ആലിസ് അമ്പരപ്പോടെ നോക്കി. പെറ്റ തള്ളയോട് ആത്മാർത്ഥതയില്ലാത്ത ഒരാൾക്ക് ഭാര്യയുടെ അമ്മയോട് അതുണ്ടാകുമോ? ഉണ്ടാകാം. പെറ്റ തള്ളയ്ക്കില്ലാത്ത ആത്മാർത്ഥത ഭാര്യയുടെ അമ്മ കാട്ടിയാൽ? തന്റെ അമ്മച്ചി സ്നേഹനിധിയാണ്. എന്ത് സഹിക്കുന്ന പ്രകൃതമാണ്. മോനെ, എന്നെ വിളിക്കൂ. സ്നേഹം തേടുന്ന ഒരാൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പെട്ടെന്ന് ചായും. കർത്താവേ, എന്റെ ജോയിച്ചായന്റെ മനസ്സ് എപ്പോഴും എപ്പോഴും നിർമ്മലമായിരിക്കണമേ. ആലീസ് പ്രാർത്ഥിച്ചു പോയി. റീനയും ആനിയും അന്നക്കുട്ടിയെ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി. ഒരു സഹോദരന്റെ സംരക്ഷണം, സ്നേഹം ഒക്കെ കൊതിക്കാൻ മാത്രം വിധിയുള്ളവരാണ് ആ പെൺകുട്ടികൾ എന്നും. അന്നക്കുട്ടിയുടെ ഉള്ളിലും ആശ്വാസത്തിന്റെ തിരതള്ളിലുണ്ടായി. എന്റെ മോനെ, നിന്നെ ഞാൻ എന്റെ മോനായിട്ട് തന്നെയാ കരുതിയിട്ടുള്ളത്, അല്ലാതെ മരുമോനായിട്ടല്ല. അന്നക്കുട്ടി തീർത്തു പറഞ്ഞു. എന്നാ ഞാൻ പറയുന്നത് കേക്ക്, ജോയിക്കുട്ടി പറഞ്ഞു. അമ്മച്ചി ഇന്ന് പണിക്ക് പോണ്ട, ആശുപത്രി പോണം. ഞാൻ രൂപ തരാം. ഇങ്ങേരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ് മരുന്ന് മേടിക്കണം. ഒട്ടും ഉറക്കമില്ലാന്ന് പറയണം. നല്ല ചികിത്സ കിട്ടിയ രോഗം ഭേദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരാണോ മോനെ? അന്നക്കുട്ടിക്ക് താല്പര്യമായി. പിന്നല്ലാതെ. മരുന്ന് വാങ്ങി നമുക്ക് ചികിത്സ തുടങ്ങാം. കൊണ്ടുചെന്ന് കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ തന്നെ എന്താ? എനിക്ക് കാറല്ലേ ഉള്ളത്, കൊണ്ടുപോകാം. അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താ? പിന്നെന്താ മോനെ? അറിയാം, 10 ദിവസം സ്വഭാവത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് ചത്താ മതി എനിക്ക്. അത്ര ഒരാഗ്രഹമുള്ളൂ. അന്നക്കുട്ടി വീണ്ടും കണ്ണു തുടച്ചു. ജോയിക്കുട്ടി പോക്കറ്റിൽ നിന്ന് രൂപ എടുത്തു കൊടുത്തു. അന്നക്കുട്ടി ഉത്സാഹത്തോടെ അകത്തേക്ക് കയറി. പണിക്ക് പോകുന്ന വേഷം മാറ്റി ഇത്തിരി നല്ല ചട്ടയും മുണ്ടയും എടുത്ത് ധരിച്ചു. കവണിയും ചുറ്റി. കറിയായുടെ പഴയ ചീട്ട് നമ്പറൊക്കെ ആയി അന്നക്കുട്ടി ഒരുങ്ങിയിറങ്ങി. ജോയിക്കുട്ടി കാർ ഇറക്കി. കേറിക്കോ, ടൗണിൽ ഇറക്കാം. അന്നക്കുട്ടിക്ക് രാജ്യം പിടിച്ചടക്കിയ സന്തോഷം. മരുമകന്റെ കാറിൽ കയറിയിരുന്നു. അയൽക്കാരൊക്കെ ഒന്ന് കണ്ടോ? കാതും കഴുത്തും പറിച്ച നിലയിൽ ആലീസും ഭർത്താവും ഇവിടെ വന്നിട്ട് പോകാത്തതെന്ത് എന്ന് ഓരോരുത്തരും കിഴിച്ച് ചോദിക്കുന്നുണ്ട്. ജോയ്ക്കുട്ടി വേറെ വീട് പണിയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. വീട് തീർന്ന അവർ പോകും. വീട് പണിക്ക് പണം തികയാതെ വന്നപ്പോ ആലിസ് ആഭരണങ്ങൾ ഊരിക്കൊടുത്തു. അത് പിന്നെ വേണ്ടതല്ലേ? ആഭരണമാണോ കാര്യം? വീടല്ലേ? അന്നക്കുട്ടി ന്യായീകരിച്ചു. അയൽക്കാരുടെ വായടച്ചു. ഇപ്പൊ കണ്ടോ മരുമകന്റെ കാറിൽ അന്നക്കുട്ടി പോകുന്നത്? അവർ സന്തോഷിച്ചു. ആലിസും ആശ്വസിച്ചു. തന്റെ ആശങ്ക അസ്ഥാനത്താണ്. ജോയിച്ചായൻ പാടെ മാറിയിരിക്കുന്നു. താൻ ഏത് പ്രവൃത്തിയിലും സംശയിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. തന്റെ മനസ്സാണ് ചീത്ത. അന്നക്കുട്ടി മരുന്നുമായി വന്നു. കറിയ മരുന്ന് കുടിക്കാൻ കൂട്ടാക്കിയില്ല. കുപ്പിമരുന്ന് കാപ്പിയിലും ഗുളികകൾ ചോറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചും കൊടുത്തു. രുചിഭേദം അറിയാത്തതിനാൽ കറി അത് അകത്താക്കി. എല്ലാവർക്കും ശുഭപ്രതീക്ഷകൾ ഉണ്ടായി. ദിവസം കഴിഞ്ഞു പോവുകയാണ്. മഴ ആരംഭിക്കുകയായിരുന്നു. ആ വീട്ടിലുള്ളവരുടെ നെഞ്ചിൽ അഗ്നി എരിയാൻ തുടങ്ങി. പകൽ പെയ്ത മഴ കൊണ്ട് മുറികളാകെ നനഞ്ഞു, ഈർപ്പമായി. രാത്രിയിൽ കിടക്കാനാണ് പ്രയാസം. മഴ ചാറുന്നുണ്ട്. വരാന്ത ഈറനാണ്. അന്നക്കുട്ടി എങ്ങനെ കിടക്കും? അടുക്കളയിൽ പായ വിരിച്ച് ഈർപ്പം സഹിച്ച് പെൺമക്കളുടെ കൂടെ തിങ്ങി ഞെരുങ്ങി അന്നക്കുട്ടിയും കിടന്നു. രാത്രിയിൽ മഴ ശക്തിയായി പെയ്തു. ജോയിക്കുട്ടി ചാടി എണീറ്റ് പോയി. ശരീരത്താകെ വെള്ളം കുത്തിയൊലിച്ചു വീഴുന്നു. വിളക്ക് തെളിച്ചു നോക്കി. മുറിക്കുള്ളിൽ ചോരാത്ത സ്ഥലമില്ല. അവൻ മുകളിലേക്ക് നോക്കി. ഇടിമിന്നലിന്റെ വെളിച്ചം കാണാവുന്ന ദ്വാരങ്ങൾ. ആലിസും എണീറ്റു. ജോയിക്കുട്ടി അടുക്കള വാതിൽ തുറന്നു നോക്കി. കിടക്കുന്ന പായയും തെറുത്ത് പിടിച്ച് അടുക്കളക്കുള്ളിൽ ചോരാത്ത സ്ഥലം തേടുകയാണ് അന്നക്കുട്ടിയും റീനയും ആനിയും.
ചുറ്റും ഒഴുകി പരക്കുന്ന വെള്ളത്തിനുള്ളിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ചങ്ങലത്തുമ്പിൽ അപ്പോഴും കറിയ. വീടിനുള്ളിലും മഴ, വീടിന് പുറത്തും മഴ. അതായിരുന്നു അവസ്ഥ. മഴ അങ്ങ് തുടങ്ങിയിട്ടോ. തുള്ളി തോരാത്ത മഴ. ശമനമില്ല. വെള്ളത്തുള്ളികൾ ശക്തമായി വീണൊഴുകി വീടിനകം നനഞ്ഞു കുതിർന്ന് കാണപ്പെട്ടു. പുറത്തിറങ്ങി നടക്കുന്നത് പോലെ തന്നെയാണ് വീടിനുള്ളിൽ നടന്നാലും. കാലിൽ പുതയുന്ന ചെളി. 3-4 ദിവസം ഇടതടവില്ലാതെ മഴ പെയ്തു. രാത്രിയിൽ ആരും കിടന്നുറങ്ങാത്ത സ്ഥിതിയായി. എണീറ്റിരുന്ന് നേരം വെളുപ്പിക്കും. ഒരു രാത്രിയിൽ മഴത്തുള്ളി വീഴാതെ വരാന്തയുടെ കോണിൽ ഒതുങ്ങിയിരിക്കുന്ന അന്നക്കുട്ടിയുടെയും റീനയുടെയും ആനിയുടെയും അടുത്ത് ഒരു പലകയിട്ട് ജോയിക്കുട്ടി ഇരുന്നു. അമ്മച്ചി, നമുക്ക് പുര അങ്ങ് മേയാം, അവൻ പറഞ്ഞു. എന്റെ കുഞ്ഞെ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം മേയേണ്ടതാ. കഴിഞ്ഞ തവണയും പറ്റിയില്ല. ഇത്തവണ തീർച്ചപ്പെടുത്തിയിരുന്നതാ. കട ഒന്ന് വീടിയിട്ട് ഒന്ന് മിച്ചം കിട്ടണ്ടായോ? അന്നക്കുട്ടി വിഷമത്തോടെ തുടർന്നു. ഞാൻ ആ കിട്ടനായരോട് ഒരു 50 മടൽ ഓള് ചോദിച്ചിട്ടുണ്ട്. തരാമെന്ന് അയാള് പറഞ്ഞു. ഇത്തിരി പൈസ കയ്യിലില്ലാണ്ട് പറ്റുമോ? വെറുതെ ചോദിക്കുന്നത് എങ്ങനെ? അമ്മച്ചി അതൊന്നും അറിയണ്ട. പുര മേയുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? അന്നക്കുട്ടി മിണ്ടിയില്ല. എന്നാലും അവരുടെ മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നു. എന്നും അമ്മച്ചി ഈ പെൺപിള്ളേരും ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് എനിക്കും ഒരു വിഷമം. അതുകൊണ്ട് പറഞ്ഞതാ. കയ്യിൽ വരുന്ന കാശ് ഇവിടെ ചെലവാക്കിയാൽ എങ്ങനാ മോനെ? നിങ്ങൾക്കൊരു വീട് തല്ലിക്കൂട്ടുണ്ടായോ? ഒരു ചുവഴാകണ്ടായോ? അന്നക്കുട്ടി വിഷമത്തോടെ ചോദിച്ചു. ഒക്കെ നടക്കും അമ്മച്ചി. എന്റെ കൈകൾ കണ്ടോ? സ്റ്റിയറിംഗ് തിരിക്കാനാ. ഈ കൈകളും കാറും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും, ജോയ്ക്കുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. അല്ല, ആലിസിന്റെ കഴുത്തിൽ ഇപ്പോഴും മിന്നുപോലും ഇല്ലല്ലോ. നമ്മുടെ അയൽക്കാരൊക്കെ ചോദിക്കുന്നു. അന്നക്കുട്ടി സങ്കോചപ്പെട്ടു. അവരോട് പോകാൻ പറ. നനയാതെ കിടന്നിട്ടല്ലേ പിന്നെ മിന്നുവാലയുടെ കാര്യം, ജോയ്ക്കുട്ടി തറപ്പിച്ചു പറഞ്ഞു. അന്നക്കുട്ടി നിശബ്ദയായി. എല്ലാം കേട്ട് വാതിലിനരികിൽ മിണ്ടാതെ നിൽക്കുന്ന ആലിസിനെ അവർ ശ്രദ്ധിച്ചു. തെല്ലുന്തിയ വയറ് കാണാം. വിളക്കിന്റെ വെളിച്ചം അത്രയ്ക്ക് കിട്ടാത്തതിനാൽ മുഖഭാവം എന്തെന്ന് അറിയാൻ കഴിഞ്ഞില്ല അന്നക്കുട്ടിക്ക്. ഈ വീടൊന്ന് ചോർച്ച മാറ്റിക്കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അവൾക്ക്. പക്ഷെ ദിവസങ്ങൾ നീറുന്തോറും അവൾ സംശയിച്ചു. വീട് വെക്കാനുള്ള ഉദ്ദേശം ജോയിച്ചായന് ഇപ്പോ ഒട്ടും ഇല്ലാതായോ? പിറ്റേന്ന് ഒരു ലോറി വാതിൽക്കൽ വന്നു നിന്നു. അതിൽ നിന്ന് ചാടി ഇറങ്ങിയ ആൾക്കാർ മുറ്റത്ത് ഓടുകൾ അടുക്കി വെക്കുന്നതാണ് ശബ്ദം കേട്ടു വന്ന ആലീസും കണ്ടത്. ഓടുകളോ? ഇരുവരും പരസ്പരം നോക്കി. ഓടുകൾ മാത്രമല്ല, കുറെ തടികളും ഉണ്ടായിരുന്നു. ഇത് എന്ത് കഥ? ഓല കിട്ടുന്നതിന് പകരം ഓടിടാമെന്ന് അനിയന് തോന്നിയിട്ടുണ്ടാവും, ആനി പറഞ്ഞു. അത് നല്ലത് തന്നെ, ആലീസിനും തോന്നി. പക്ഷേ എന്താണ് ജോയിച്ചായന്റെ ഉദ്ദേശം? ഒന്നും തന്നോട് ആലോചിക്കുകയോ അഭിപ്രായം ചോദിക്കുകയോ പോലും ചെയ്യില്ല. അമ്മച്ചിയോടാണ് പറയുക. തനിക്ക് തടയാൻ കഴിയുമോ? ഇവിടെ ഓടിടുന്നത് നല്ലത്. ചെറുപ്പം മുതൽ അതൊരു ആഗ്രഹം തന്നെയായിരുന്നു, ചോരാതെ ഈ വീട് കിടക്കുന്നത് കാണുക എന്നത്. പക്ഷെ ഇതിനിടയിൽ ജോയിച്ചായൻ ലക്ഷ്യം മറക്കുകയാണോ? കേട്ടോ അമ്മച്ചി, വൈകിട്ട് മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയ പാടെ ജോയിക്കുട്ടി പറഞ്ഞു. ഓലയുടെ കാര്യം അന്വേഷിച്ച് നടക്കുമ്പോഴാ എന്റെ ഒരു സ്നേഹിതനെ കണ്ടത്. ഓല എന്തിനാടാ നിനക്ക്? കുറെ ഓട് കൊണ്ടുപോയിട്ട് ഇടാമെന്നൊരു പറച്ചില്. അവന് ഓടിന്റെ ബിസിനസ്സാണ്. കാശൊക്കെ സൗകര്യമാകുമ്പോ കൊടുത്താൽ മതിയെന്ന്. ഞാൻ കുറെ ഇങ്ങ് എടുത്തു. ഇനി മേലിൽ ചോരുന്ന പ്രശ്നമേ ഇല്ല. പോരെ? അന്നക്കുട്ടിക്ക് ഇതിൽ പരം ഒരു സന്തോഷം ഉണ്ടാകാനുണ്ടോ? ഒരു 10 ചാക്ക് സിമെന്റൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് മണലും മേടിക്കാം. ഈ മുറികളുടെ തറ സിമെന്റ് ഇടാമെന്ന് കരുതിയിട്ടാ. നടക്കുമ്പോ കാലിൽ ചെടി പൊതയുന്നു തന്നെയല്ലോ. ജോയിക്കുട്ടി ഒന്ന് നിർത്തി. ആ പടിഞ്ഞാറേ മുറി എന്നുള്ള മണം. അല്ല, കുറെയെങ്കിലും കഴുകി കളയാമെന്ന് കരുതിയിട്ടാ. എന്താ? മുഖമൊന്ന് വാടിയെങ്കിലും അന്നക്കുട്ടി തലയാട്ടി. ഒക്കെ മോന്റെ ഇഷ്ടം പോലെ ചെയ്യാലോ. എന്നോട് എന്തിനാ ചോദ്യം പറച്ചിലും? ജോയിക്കുട്ടിക്ക് സന്തോഷമായി. രാത്രിയിൽ ഉറങ്ങാൻ എത്തിയപ്പോൾ ആലിസ് പതിയെ ചോദിച്ചു. എന്നാണ് നമ്മുടെ വീട് പണി തുടങ്ങുന്നത്? തുടങ്ങാം, ലക്ഷ്യമായ മറുപടി. ഇന്നും ഇങ്ങനെ ഇവിടെ കഴിയാനാണോ? രൂപ നല്ലോണം വേണം, അതറിയാമോ? ജോയിക്കുട്ടിയുടെ സ്വരം കട്ടിയായി. രൂപയില്ലാഞ്ഞിട്ടാണോ ഓട് സിമെന്റും ഒക്കെ മേടിക്കുന്നത് ഇവിടെ പണിയാൻ? അതുപോലെ അങ്ങോട്ട് മേടിക്കണം. ആലീസ് തെല്ലു പരിഭവത്തിലായി. അങ്ങനെ എല്ലാവരും. ഓഹോ. ജോയിക്കുട്ടി എണീറ്റിരുന്നു. ഉച്ചത്തിൽ തന്നെ അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ചു രൂപ ഈ വീടിന് വേണ്ടി മുടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിന്റെ കൂടപ്പിറപ്പുകളും തള്ളയും നന്നായി കിടന്നുറങ്ങട്ടെന്ന് ഞാൻ കരുതിയപ്പോ നിനക്കത് പിടിച്ചില്ല അല്ലേ? നിന്റെ വീർത്ത മുഖം കണ്ടപ്പോഴേ തോന്നി. അയ്യോ ജോയിച്ചായ, ഞാൻ... ആലിസ് വിഷമിച്ചു പോയി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.